റേറ്റ് ഓഫ് റിയാക്ഷൻ. ആദ്യം നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷനെ പറ്റി സംസാരിക്കാം. എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ? നമ്മൾ ഈ കെമിക്കൽ കൈനറ്റിക്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ പഠിച്ചൊരു ടേമാണ് ഈ റിയാക്ഷൻ്റെ വേഗത എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നോർമലി റിയാക്ഷൻ്റെ വേഗതയെ നമ്മൾ സ്മാൾ ആർ കൊണ്ടും അതേ കണക്ക് തന്നെ ഓക്കെ, റിയാക്ഷൻ്റെ വേഗതയെ നമ്മൾ സ്മാൾ ആർ കൊണ്ടും അതേ കണക്കാണ് സ്മാൾ വി കൊണ്ടും എന്ത് ചെയ്യാറുണ്ട്, റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും റിയാക്ഷൻ്റെ എന്താണ്, റേറ്റ് ആണ്. സ്മാൾ ആർ കൊണ്ടും സ്മാൾ വി കൊണ്ടും നമ്മൾ റിയാക്ഷൻ്റെ റേറ്റിനെ എന്ത് ചെയ്യാറുണ്ട്, റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ വേഗത. റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. കോൺസെൻട്രേഷനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് എളുപ്പത്തിൽ പറയുന്നത് റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് റിയാക്റ്റൻസിനും കോൺസെൻട്രേഷന് ചേഞ്ച് വരുന്നുണ്ട്, പ്രോഡക്റ്റിനും കോൺസെൻട്രേഷന് ചേഞ്ച് വരുന്നുണ്ട്. സോ റിയാക്റ്റൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ റേറ്റ് കണ്ടുപിടിച്ചാലും പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ റേറ്റ് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് ഒരേ വാല്യൂവേ കിട്ടത്തുള്ളൂ. പിന്നെ ഡിഫറൻസ് വരുന്ന സൈനിനാണ്. റിയാക്റ്റൻസിൻ്റെ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്കൊരു നെഗറ്റീവ് സൈൻ വരും. വേറൊന്നും കൊണ്ടല്ല, അത് കോൺസെൻട്രേഷൻ കുറയാണ് റിയാക്റ്റൻസിൻ്റെ, അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് സൈൻ വരുന്നത്. അതിനെ വിളിക്കുന്ന പേര് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്നാണ്. എന്നാൽ പ്രോഡക്റ്റിൻ്റെ സൈഡ് ആകുമ്പോഴത്തേക്ക് കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് ആ കുറവാണ് എന്തായിട്ട് മാറുന്നത്, പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്ക് കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്നാണ്. റിയാക്റ്റൻസ് വെച്ചിട്ട് റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്നും അതൊരു മൈനസ് സൈൻ വരും. പ്രോഡക്റ്റ് വെച്ചിട്ടാണ് റേറ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്നും അതൊരു പോസിറ്റീവ് സൈൻ വരും. ഇനി ഈ റിയാക്റ്റൻസ് വെച്ച് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് നെഗറ്റീവ് സൈൻ വരുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി റിയാക്ഷനകത്ത് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുത്തേക്കും. അതായത് റിയാക്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് എടുക്കുന്നതെങ്കിൽ ആദ്യം ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എടുക്കത്തുള്ളൂ. അപ്പം നെഗറ്റീവ് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, പോസിറ്റീവ് ആയിക്കോളും. ഇനി കോഎഫിഷ്യൻ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ 1/, ആക്കി അതിൻ്റെ കൂടെ തന്നെ എഴുതാറുണ്ട്. അല്ലെങ്കിൽ ആ നമ്പർ കൊണ്ട് മറ്റേ ആൾക്കാർ മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. ഇതെല്ലാം നിങ്ങൾ +2 പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഓർ പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ടൈം. അതായത് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് അത് ആർക്കൊക്കെ ആകാം, മേ ബി അത് റിയാക്റ്റൻസിനുണ്ടാകുന്ന ചേഞ്ച് ആകാം, അല്ലെങ്കിൽ അത് എന്തിനുണ്ടാകുന്ന ചേഞ്ച് ആകാം, പ്രോഡക്റ്റിനുണ്ടാകുന്ന ചേഞ്ച് ആയാലും. എന്തായാലും റിയാക്റ്റൻറ്റിനുണ്ടാകുന്ന ചേഞ്ച് ആയാലും പ്രോഡക്റ്റിനുണ്ടാകുന്ന ചേഞ്ച് ആയാലും പെർ യൂണിറ്റ് ടൈമിൽ റിയാക്റ്റൻസിനോ പ്രോഡക്റ്റിനോ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്, റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ, ഡെൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെപ്രസെൻറ്റേഷനാണ്. റേറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ എന്തിനുണ്ടാകുന്ന ചേഞ്ച്, ടൈം എന്ന് പറയുമ്പോൾ യൂണിറ്റ് ടൈമാണ്, ഒരു പ്രത്യേക ടൈമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ഓവർ എ ടൈം ഇൻ്റർവൽ, ഒരു പ്രത്യേക ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നിങ്ങൾ ആവറേജ് റേറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മളൊരു ടൈം ഇൻ്റർവെൽ അവിടെ കൺസിഡർ ചെയ്യും. 5 സെക്കൻഡിനും 10 സെക്കൻഡിനും ആ ഒരു ടൈം ഡിഫറൻസ്. അപ്പോൾ ഒരു ടൈം ഡിഫറൻസ് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ, ഒരു അക്സെപ്റ്റബിൾ വാല്യൂ ഉണ്ടെങ്കിൽ, ഒരു ടൈം ഡിഫറൻസ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആവറേജ് റേറ്റ് എന്നാണ്. ആവറേജ് റേറ്റ് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഡെൽ തന്നെയാണ് എടുക്കുന്നത്. രണ്ടാമത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ടൈം ഡിഫറൻസ് എടുക്കുന്നില്ല. അതായത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആണ്. ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് ഏകദേശം 0യുടെ അടുത്ത വാല്യൂ വരുന്നു. അതായത് 0യ്ക്കും 0.1നും ഇടയ്ക്കുള്ള റേറ്റ് കണ്ടുപിടിക്കുന്നു. 0യ്ക്കും 0.1നും അല്ലെങ്കിൽ 0.1 സെക്കൻഡിനും 0.2 സെക്കൻഡിനും ഇടയ്ക്കുള്ള റേറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ ഒരു ടൈം ഡിഫറൻസ് ഇല്ല. ടൈം ഡിഫറൻസ് ഉണ്ട്, ഡെൽറ്റ ടി ഉണ്ട്, 0.1 ആണ് ഡെൽറ്റ ടി, പക്ഷേ അത് ഏകദേശം 0 തന്നെയാണല്ലേ. അപ്പം അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ ടെൻസ് ടു 0 വരും, ഒരിക്കലും 0 ആവത്തില്ല. ടെൻസ് ടു 0യിലുള്ള ഒരു വാല്യൂവിൽ ടൈം ഡിഫറൻസിൽ നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ആ റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്നാണ്. അറ്റ് എ ടൈം ഇൻസ്റ്റൻറ്റ്, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഡെൽറ്റ ടിയുടെ വാല്യൂ ടെൻസ് ടു 0 ആയിരിക്കും. ഓക്കെ, സോ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്ലോപ്പ് ഓൺ ടാൻജൻറ്റ് ഓൺ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ്. കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് വരച്ചിട്ട് അവിടുത്തെ സ്ലോപ്പിൽ ഒരു സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്, അത് അവിടെ ഒരു ടാൻജൻറ്റ് വരും. ആ ടാൻജൻറ്റ് സ്ലോപ്പിൽ നിന്നാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. യൂണിറ്റ് വരുന്നത് മോൾ പെർ ലിറ്റർ സെക്കൻഡോ അല്ലെങ്കിൽ മോളാർ സെക്കൻഡോ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ റേറ്റിനെ പറ്റി സംസാരിക്കാനുള്ളത്. എന്തായാലും ഞാനൊന്ന്
ഡീറ്റെയിൽ ആക്കാം റേറ്റിനെ പറ്റി. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടില്ല. നമുക്കൊന്ന് ഡീറ്റെയിൽ ആക്കാം റേറ്റിനെ പറ്റി. ഞാനൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. എ എന്ന് പറയുന്ന ആൾ ബി ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഞാൻ ടൈം ഒരു 0 സെക്കൻഡ് എടുക്കുന്നു. 0 സെക്കൻഡിൽ എൻ്റെ കയ്യിൽ 10 എ ഉണ്ട്. ഓക്കെ, പോട്ടെ, 100 എ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, 10 എളുപ്പമുള്ള നമ്പർ എടുക്കാം. 10 എ ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ വാല്യൂ 0 ആണ്. കാരണം റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. തുടക്കത്തിൽ 10 എ എടുക്കുന്നു, പ്രോഡക്റ്റ് 0 ആണ്, റിയാക്ഷൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഒരു 10 സെക്കൻഡ് ഞാൻ വെയിറ്റ് ചെയ്തു. 10 സെക്കൻഡ് ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴേക്കും എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ എന്തായാലും മാറ്റം വരും. കാരണം എ എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറാൻ തുടങ്ങും, ബി എന്ന് പറയുന്ന ആളായിട്ട് മാറാൻ തുടങ്ങും. സോ എയുടെ എമൗണ്ട് 5 ആയിട്ട് മാറും. എയുടെ എമൗണ്ട് 4 ആയിട്ട് മാറും. 4. അങ്ങനെയാണെങ്കിൽ എത്ര പ്രൊഡക്റ്റ് കിട്ടി കാണും? ബാക്കി വന്ന എമൗണ്ട് 6 ആണല്ലേ. അതായത് കോൺസെൻട്രേഷന് ചേഞ്ച് വന്നത് 6 ആണ്. ആ 6 ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറി കാണും. സോ ഇവിടെയും ഒരു കോൺസെൻട്രേഷന് ചേഞ്ച് വരുന്നുണ്ട്, അതേ കണക്ക് തന്നെ അല്ലേ, ഇവിടെയും ഒരു കോൺസെൻട്രേഷന് ചേഞ്ച് വരുന്നുണ്ട്, ഇവിടെയും ഒരു കോൺസെൻട്രേഷന് ചേഞ്ച് വരുന്നുണ്ട്. സോ ഞാൻ രണ്ട് സൈഡിലെയും റേറ്റ് കണ്ടുപിടിക്കുന്നു. കാരണം ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ് റേറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. റിയാക്റ്റൻസിനും റേറ്റിന് ചേഞ്ച് വരുന്നുണ്ട്, കോൺസെൻട്രേഷന് ചേഞ്ച് വരുന്നുണ്ട്, പ്രോഡക്റ്റിലും കോൺസെൻട്രേഷന് ചേഞ്ച് വരുന്നുണ്ട്. സോ ഞാൻ റേറ്റ് ഓഫ് എയുടെ റേറ്റ് കണ്ടുപിടിക്കുന്നു. എയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനിഷ്യൽ സ്റ്റേറ്റിലാണ് നമ്മുടെ ചേഞ്ച് എടുക്കുന്നത്. സോ 4 മൈനസ് 10, 10 മൈനസ് 4 എന്ന് എടുക്കരുത്. ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ് ചേഞ്ച്, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. എത്ര സെക്കൻഡ് കൊണ്ടാണ് ഈ വ്യത്യാസം വന്നിരിക്കുന്നത്? 10 സെക്കൻഡ് കൊണ്ട്. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ബി എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. റേറ്റ് ഓഫ് ബി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ 6 മൈനസ് 0. ഫൈനൽ സ്റ്റേറ്റ് 6 ആണ്, ഇനിഷ്യൽ സ്റ്റേറ്റ് 0 ആണ്. 6 മൈനസ് 0 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, ഡിഫറൻസ് എടുക്കുമ്പോൾ 4 മൈനസ് 10 മൈനസ് 6 വരും, മൈനസ് 6/10 വരും. ഇവിടെ ആണെങ്കിൽ നമുക്ക് 6/10 വരും. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് മൈനസ് 0.6ഉം ഇവിടെ നമുക്ക് കിട്ടുന്നത് 0.6ഉം ആണ്. ഇങ്ങനെ രണ്ട് വാല്യൂസാണ് കിട്ടുന്നത്. ഇത് എ വെച്ചിട്ടുള്ള റേറ്റും ഇതെന്ത് വെച്ചിട്ടുള്ള റേറ്റും ബി വെച്ചിട്ടുള്ള റേറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായി, നിങ്ങൾ എ എന്ന് പറയുന്ന ആളെ വെച്ചിട്ടുള്ള റേറ്റ് കണ്ടുപിടിച്ചാലും ബി എന്ന് പറയുന്ന ആളെ വെച്ച് റേറ്റ് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് ഒരേ വാല്യൂ വരുന്നത്. 0.6 കിട്ടും, 0.6 കിട്ടും, ഒരേ വാല്യൂ വരുന്നത്. പക്ഷേ എന്തിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് സൈൻ ഉണ്ട്. നമുക്കറിയാം സ്പീഡ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. അപ്പോൾ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തുവാ? ഇവിടെ കോൺസെൻട്രേഷന് കുറവ് സംഭവിക്കുന്നു. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനിഷ്യൽ സ്റ്റേറ്റ് എടുക്കുമ്പോൾ എന്തായാലും ഒരു നെഗറ്റീവ് സൈൻ വരും. ഇവിടെ എന്താ പോസിറ്റീവ് സൈൻ വന്നത്? ഫൈനൽ സ്റ്റേറ്റ് ഇവിടെ കൂടുക ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഒരു പോസിറ്റീവ് സൈൻ വന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ നെഗറ്റീവ് സൈന് കാരണം എന്ന് പറയുന്നത് റേറ്റ് കുറയുന്നു എന്നല്ല, അവിടെ കോൺസെൻട്രേഷൻ കുറയുന്നു എന്നാണ് അർത്ഥം. അപ്പം മൈനസ് 0.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് എടുത്തേക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ, കാരണം നമുക്കിനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷനൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ എഴുതാൻ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്നാണ്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും അതേ കണക്ക് തന്നെ റേറ്റ് ഓഫ് അപ്പിയറൻസും. ഇനി റേറ്റ് ഓഫ് ഡിസപ്പിയറൻസിൽ നമുക്ക് നെഗറ്റീവ് സൈൻ വരില്ലേ? അപ്പം നമ്മൾ ചെയ്യുന്നത് എപ്പോഴും റിയാക്റ്റൻ്റ് വെച്ചിട്ടാണ് നിങ്ങൾ റേറ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് സൈൻ മുന്നേ കൊടുത്തേക്കും. റിയാക്റ്റൻ്റ് വെച്ചിട്ടാണ് നിങ്ങൾ റേറ്റ് കണ്ടുപിടിക്കുക, അതായത് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് വെച്ചിട്ടാണ് നിങ്ങൾ റേറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നതെങ്കിൽ ഇക്വേഷനകത്ത് നമ്മൾ മുന്നേ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തേക്കും. കാരണം ഓൾറെഡി നമുക്ക് ഇക്വേഷൻ നെഗറ്റീവാണ്. അപ്പം അകത്തെ നെഗറ്റീവും കൂടെ ചേർന്ന് നമുക്ക് എന്തായിട്ട് മാറിക്കോളും? പോസിറ്റീവായിട്ട് മാറിക്കോളും. അപ്പം നമുക്ക് രണ്ടിടത്തും ഒരേ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും റേറ്റ് ഓഫ് അപ്പിയറൻസും സെയിം ആണ്. അതായത് റിയാക്റ്റൻ്റ് വെച്ചിട്ട് റേറ്റ് കണ്ടുപിടിച്ചാലും പ്രോഡക്റ്റ് വെച്ച് റേറ്റ് കണ്ടുപിടിച്ചാലും നമുക്ക് ഒരേ വാല്യൂ വരുത്തുള്ളൂ. പിന്നെ സൈന് മാത്രമേ ഡിഫറൻസ് വരുത്തുള്ളൂ. അത് നമ്മൾ റിയാക്റ്റൻ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഫ്രണ്ടിൽ കൊടുത്തേക്കും. അങ്ങനെ ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഫ്രണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ നെഗറ്റീവും അകത്തെയുള്ള നെഗറ്റീവും കൂടെ ചേർന്ന് പോസിറ്റീവ് ആകും. രണ്ടിടത്തും ഒരേ വാല്യൂ വരും. സോ റിയാക്റ്റൻ്റ് വെച്ചിട്ട് കണ്ടുപിടിച്ചാലും പ്രോഡക്റ്റ് വെച്ച് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് ഒരേ വാല്യൂ വരുത്തുള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിളി പറയുന്നത് ഇങ്ങനെയാണ്, ഒരു റിയാക്ഷൻ്റെ വേഗത കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. ഒരു റിയാക്ഷൻ എടുത്താൽ അവിടെ റിയാക്റ്റൻസിനും കോൺസെൻട്രേഷന് ചേഞ്ച് വരുന്നുണ്ട്, പ്രോഡക്റ്റിനും കോൺസെൻട്രേഷന് ചേഞ്ച് വരുന്നുണ്ട്. സോ റിയാക്റ്റൻ്റെ ചേഞ്ചും പ്രോഡക്റ്റിൻ്റെ ചേഞ്ചും രണ്ട് ചേഞ്ച് വെച്ചിട്ട് നിങ്ങൾ റേറ്റ് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് ഒരേ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സൈന് ചെറിയ ഡിഫറൻസ് ഉണ്ട്, അത് നമ്മൾ മാറ്റുന്നുമുണ്ട്. പിന്നെ സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആകാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നവുമില്ല.
അപ്പം നമ്മൾ മനസ്സിലാക്കിയത്, നിങ്ങൾ എല്ലാ ആൾക്കാരെയും വെച്ചിട്ട് ഇങ്ങനെ റേറ്റ് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ആ റിയാക്റ്റൻറ്റിൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ ഏതെങ്കിലും ഒന്നിൻ്റെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എടുത്ത് റേറ്റ് കണ്ടുപിടിക്കുക. അതിലൊരു വ്യത്യാസം, നിങ്ങൾ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ചെയ്യാൻ എടുക്കുന്നെങ്കിൽ ഒരു നെഗറ്റീവ് സൈൻ ആദ്യമേ കൊടുക്കണം. പ്രോഡക്റ്റാണ് എടുക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. ഇനി ഇതിൽ ഏത് വെച്ച് നിങ്ങൾ കണ്ടുപിടിച്ചാലും റേറ്റ് നിങ്ങൾക്ക് ഒരേ വാല്യൂ ആയിരിക്കും വരുന്നത്. അത് റിയാക്റ്റൻ്റ് വെച്ച് കണ്ടുപിടിച്ചാലും ഒരേ വാല്യൂ, പ്രോഡക്റ്റ് വെച്ച് കണ്ടുപിടിച്ചാലും ഒരേ വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അതാണ് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതാണ് നമ്മളുടെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും അതേ കണക്ക് തന്നെ റേറ്റ് ഓഫ് അപ്പിയറൻസ്. ഹോപ്പ് യു ക്ലിയർ ദിസ് വൺ. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഒന്ന് സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. റേറ്റ് ആർ എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് എ എന്ന് പറയുന്നത്, എയുടെ റേറ്റ് എന്ന് പറയുന്നത് മൈനസ് ഡെൽ എന്ന് പറയുന്നത് ചേഞ്ച് ആണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ്, അല്ലെ, എയുടെ റേറ്റ് എടുക്കുമ്പോഴത്തേക്ക് ആരുടെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എടുക്കണം? എയുടെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. സോ ചേഞ്ച് ഇൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ മീനിങ് കോൺസെൻട്രേഷൻ എന്നാണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതാണ് എയുടെ റേറ്റ്. ആ മൈനസ് സൈൻ ഞാൻ കൊടുത്തതാണ്, കാരണം നമുക്കറിയാം റിയാക്റ്റൻ്റ് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് സൈൻ വരും. ആ നെഗറ്റീവ് സൈൻ മാറ്റാനാണ് ഞാൻ മുന്നേ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തേക്കുന്നത്. ഇനി റേറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അവിടെ നമുക്ക് പോസിറ്റീവ് സൈനാണ് വന്നേക്കുന്നത്, നെഗറ്റീവ് അല്ല, കാരണം പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നിങ്ങൾ റേറ്റ് ഓഫ് എന്തെന്ന് വിളിക്കുന്നത്? ഡിസപ്പിയറൻസ് എന്നും. ഇതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്നും. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? ഈ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ആയാലും റേറ്റ് ഓഫ് അപ്പിയറൻസ് ആയാലും ഒരേ വാല്യൂ ആണ്. സോ ഞാൻ ഇങ്ങനെ എഴുതുന്നു, റേറ്റ് ഓഫ് റിയാക്ഷൻ, ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് R is equal to or V is equal to റേറ്റ് R അല്ലെങ്കിൽ V എന്ന് പറയുന്നത് മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു, അല്ലേ, ഒരേ വാല്യൂ അല്ലേ കിട്ടുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതാണ് നമ്മളുടെ റിയാക്ഷൻ്റെ റേറ്റിൻ്റെ ഇക്വേഷൻ. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതാണ് നമ്മളുടെ റേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹോപ്പ് യു ക്ലിയർ. ഇവിടെ നമുക്കൊരു ചെറിയൊരു പ്രശ്നം വരുന്നത്, ഇത് തന്നെ നമ്മൾ ഒരു കോഎഫിഷ്യൻ്റ് ഉള്ള ആളാണെങ്കിൽ, അതായത് നമ്മളുടെ റിയാക്ഷനകത്ത് ഒരു കോഎഫിഷ്യൻ്റ് വരുമ്പോഴത്തേക്ക്, അതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. ഒരു കോഎഫിഷ്യൻ്റ് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ചെറിയൊരു വ്യത്യാസം വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എടുക്കാം, എ ഗീവ്സ് 2b. ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം എ ഗീവ്സ് 2b ആണ് നമ്മുടെ റിയാക്ഷൻ. ഞാൻ ടൈം ഒരു 0 സെക്കൻഡിൽ ഞാൻ 10 എ എടുക്കുന്നു. ഇവിടെ 0b ആണ്, 10 എ എടുക്കുന്നു. അപ്പുറം 0b ആണ്, കാരണം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ 0 സെക്കൻഡ്സ് എടുക്കുന്നു. ഞാൻ 10 റിയാക്റ്റൻസിന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് പ്രോഡക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, കാരണം റിയാക്ഷൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഒരു 10 സെക്കൻഡ് ഞാൻ കഴിഞ്ഞിട്ട് വരികയാണ്. 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരികയാണ്. വന്നപ്പോഴേക്കും എയുടെ എമൗണ്ട് 4 ആയി. ഓക്കെ, എയുടെ എമൗണ്ട് 4 ആയി. അപ്പം എ എത്ര കുറഞ്ഞു? 6 എണ്ണം കുറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഈ 6 എണ്ണം എന്തായിട്ട് മാറിയതായിരിക്കും? പ്രോഡക്റ്റ് ആയിട്ട് മാറിയതായിരിക്കും. ആ 6 എണ്ണം ബി ആയിട്ട് മാറുകയാണ്. 6 എണ്ണം ബി ആയിട്ട് മാറുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് 6 ബി കിട്ടുമെന്നല്ലേ? ഒരിക്കലുമല്ല, നമുക്ക് കിട്ടുന്നത് 12 ബി ആയിരിക്കും. കാരണം ഇവിടുത്തെ ഒരു എ പോയാൽ അപ്പുറം 2 ബി ആണ് കിട്ടുന്നത്. ഇവിടുന്ന് ഒരാൾ പോയാൽ അവിടെ 2 എണ്ണം കിട്ടും. അപ്പോൾ ഇവിടുന്ന് 2 പേര് പോയാൽ അവിടെ 4 എണ്ണം കിട്ടും. ഇവിടെ 3 പേര് പോയാൽ അവിടെ 6 എണ്ണം കിട്ടും. ഇവിടെ എത്ര എണ്ണം പോകുന്നു? അതിൻ്റെ ഇരട്ടി അവിടെ കിട്ടും. ഇവിടുന്ന് 1 പോയാൽ അവിടെ 2, അതായത് ഇരട്ടി അവിടെ കിട്ടും. ഇവിടുന്ന് എത്ര പേരാണ് പോയത്? 6 പേര്. 6ൻ്റെ ഇരട്ടി 12 ആയിരിക്കും. 6ൻ്റെ സ്ക്വയർ അല്ല, 6ൻ്റെ ഇരട്ടി. 6ൻ്റെ ഇരട്ടി 12 ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. സോ 12 പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം എടുക്കാം. ഇത് റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് മൈനസ്, അല്ലേ, റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് മൈനസിന് കൊടുക്കണ്ടേ. ഫൈനൽ സ്റ്റേറ്റ് 4, ഇനിഷ്യൽ സ്റ്റേറ്റ് 10, 4 മൈനസ് 10 ഡിവൈഡഡ് ബൈ 10. ഇതാണ് എ എന്ന് പറയുന്ന ആളെ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന റേറ്റ്. ഇത് ഈക്വൽ ടു ആരെന്നാണ് പറഞ്ഞേക്കുന്നത്? ബി എന്നാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചേക്കുന്നത്. അതായത് റിയാക്റ്റൻ്റ് റേറ്റ് കണ്ടുപിടിച്ചാലും പ്രോഡക്റ്റിൻ്റെ റേറ്റ് കണ്ടുപിടിച്ചാലും നമ്മൾക്ക് ഒരേ വാല്യൂ കിട്ടുമെന്നാണ് നമ്മളിപ്പം പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോഴും അത് ചെയ്യുമ്പോഴും ഒരേ വാല്യൂ കിട്ടേണ്ടത്. സോ 12 മൈനസ് 0 ഡിവൈഡഡ് ബൈ 10.
ഓക്കെ, ഒരേ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് -6 വരും. -6 മൈനസ് പ്ലസ് 6/10 വരും അല്ലേ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് 12/10 വരും. ഇത് നമുക്ക് 0.6 വരും. ഇത് നമുക്ക് 1.2 വരും. രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ നമുക്കിപ്പം പ്രശ്നം വന്നിരിക്കുന്നത് കോഎഫിഷ്യൻ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ റിയാക്റ്റൻ്റ് വെച്ചിട്ട് റേറ്റ് കണ്ടുപിടിക്കുമ്പോഴും പ്രോഡക്റ്റ് വെച്ച് റേറ്റ് കണ്ടുപിടിക്കുമ്പോഴും നമുക്ക് ഒരേ വാല്യൂ വരുന്നില്ല. അപ്പോൾ ഈ കോഎഫിഷ്യൻ്റ് എന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം മാറ്റാൻ നമ്മൾ 2 വഴികളാണ് യൂസ് ചെയ്യുന്നത്. ആ പ്രശ്നം മാറ്റാൻ നമ്മളായിട്ട് മാറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. എയുടെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 0.6ഉം ബിയുടെ റേറ്റ് 1.2ഉം തന്നെയാണ്. ഓക്കെ, ഇവിടെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഈക്വൽ ടു സൈൻ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനകത്ത് നമുക്ക് ഈക്വൽ ടു സൈൻ ഇടാൻ പറ്റത്തില്ല. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എ വെച്ചിട്ട് റേറ്റ് കണ്ടുപിടിച്ചാലും ബി വെച്ചിട്ട് റേറ്റ് കണ്ടുപിടിച്ചാലും ഒരേ വാല്യൂ ആണെന്നാണ്. അപ്പം ആ ഒരു കാര്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. ഇവിടെ 0.6ൻ്റെ ഇരട്ടിയാണ് ഇവിടെ വന്നേക്കുന്നത്. ആ ഇരട്ടിക്ക് കാരണം ഇവിടെ ഒരു കോഎഫിഷ്യൻ്റ് വന്നുകൊണ്ടല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്നത് അങ്ങനെ കോഎഫിഷ്യൻ്റ് വരുന്ന ആൾക്കാർ വരുമ്പോൾ ആ കോഎഫിഷ്യൻ്റ് കൊണ്ട് അയാളെ തന്നെ അങ്ങ് ഡിവൈഡ് ചെയ്യും. സോ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഒരു 1/2 കൂടെ ഫ്രണ്ടിൽ കൊടുത്തേക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു /2 വരും. ദാറ്റ് ഈസ് 0.6 വരും. ശരിയല്ലടാ? 1/2ൻ്റെ 1.2 /2 എന്ന് പറയുന്നത് 0.6 ആണ്. സോ 0.6 കിട്ടും. അപ്പം കോഎഫിഷ്യൻ്റ് വരികയാണെങ്കിൽ നമ്മൾ ആ കോഎഫിഷ്യൻ്റ് കൊണ്ട് അയാളെ അപ്പം നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഇവിടുത്തെ റേറ്റ് ബിയുടെ റേറ്റ് 0.6 ആണോ 1.2 ആണോ? 1.2 ആണ്, 0.6 അല്ല. ആ 0.6 നമ്മൾ ആക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എയുടെയും ബിയുടെയും റേറ്റ് സെയിം ആണെന്ന് നമുക്ക് പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരരുത്. എയുടെ റേറ്റ് ബിയുടെ റേറ്റ് അതിൽ 0.6 ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. തെറ്റാണ്. ബിയുടെ റേറ്റ് 0.6 അല്ല, ബിയുടെ റേറ്റ് 1.2 തന്നെയാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ 0.6 ആക്കുന്നത്? എയുടെയും ബിയുടെയും റേറ്റ് സെയിം ആണെന്ന് നമുക്ക് ഇക്വേഷനിൽ പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എയുടെ റേറ്റും ബിയുടെ റേറ്റും 2 ആയിരിക്കും. പക്ഷെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ബൈ ടൈം എടുത്താലും ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ പ്രോഡക്റ്റ് ബൈ ടൈം എടുത്താലും നിങ്ങൾക്ക് ഒരേ വാല്യൂ കിട്ടുമെന്നാണ്. പക്ഷേ അങ്ങനെ വാല്യൂ കിട്ടണമെങ്കിൽ അവരുടെ കോഎഫിഷ്യൻ്റ് സെയിം ആയിരിക്കണം. എ ബി ആയിട്ട് മാറുന്നു. ഒരു എയും ഒരു ബിയും, അല്ലെങ്കിൽ 2 എയും 2 ബിയും, അല്ലെങ്കിൽ 3 എയും 3 ബിയും, അങ്ങനെ എണ്ണം 2 സൈഡിലും ഈക്വൽ ആയിരിക്കണം. പക്ഷേ ഇവിടെ ഒരെണ്ണവും ഇവിടെ 2 എണ്ണവുമാണ്. കോഎഫിഷ്യൻ്റ് സെയിം അല്ല. അതേസമയം ഇവിടെ 2 ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കോഎഫിഷ്യൻ്റ് നമുക്ക് ഈ /2 എടുക്കേണ്ട ആവശ്യം പോലും വരത്തില്ല. ഓക്കെ, പക്ഷേ ഇവിടെ രണ്ടും ഡിഫറൻറ്റ് വാല്യൂസ് ആണെങ്കിൽ, ഒരേ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാണോ കോഎഫിഷ്യൻ്റ് വന്നിരിക്കുന്നത് ആ കോഎഫിഷ്യൻ്റ് കൊണ്ട് അയാളുടെ റേറ്റിനെ ഡിവൈഡ് ചെയ്യണം. അയാൾ റേറ്റ് എടുക്കുമ്പോൾ അതിനെയും കൂടെ ആ കോഎഫിഷ്യൻ്റെയും കൂടെ അതിനെ 1/, ആക്കി കൊടുത്തേക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വാല്യൂ കിട്ടും. പക്ഷേ തെറ്റിദ്ധരിക്കരുത്, ആ വാല്യൂ ആണ് അയാളുടെ റേറ്റ് എന്ന് പറയുന്നത്. തെറ്റാണ്. അയാളുടെ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് തരുന്നതെല്ലാം ബിയുടെ റേറ്റ് എന്ന് പറഞ്ഞ് തരുമ്പോഴേ ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ബിയുടെ റേറ്റ് 10 ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 1/2 ഇടാതെ നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് ആണ് 10. 1/2 ഇടാൽ 5 ആയിട്ട് മാറും. ആ 5 ആണ് ഇപ്പുറത്തെ വാല്യൂ കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യനകത്ത് ബിയുടെ റേറ്റ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 1/2 വെച്ചിട്ട് ചെയ്ത റേറ്റ് ആയിരിക്കും നിങ്ങൾ തന്നേക്കുന്നതെന്ന്. അല്ല, അവർ നിങ്ങൾക്ക് തരുന്നത് ബിയുടെ ഒറിജിനൽ റേറ്റാണ്. അതായത് 1/2 ഇടാതെ നമുക്ക് 1.2 എന്ന് കിട്ടിയില്ലേ, അതേ കണക്കുള്ള റേറ്റ് ആയിരിക്കും അവർ തന്നേക്കുന്നത്. പിന്നെ നമ്മളതിനെ 1/2 ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ ആളുടെ റേറ്റുമായിട്ട് അത് ഈക്വൽ ആവും. ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, കോഎഫിഷ്യൻ്റ് വരുമ്പോഴത്തേക്ക് അതിനെ 1/, ആക്കി എടുക്കണമെന്നും അങ്ങനെ 1/, ആക്കി എടുക്കുമ്പോൾ കിട്ടുന്നതല്ല അതിൻ്റെ ഒറിജിനൽ റേറ്റ്. ഒറിജിനൽ റേറ്റ് 1/2 ഇടാതെ എടുക്കുന്നതാണ്. ക്വസ്റ്റ്യനകത്ത് കോഎഫിഷ്യൻ്റ് വരുന്ന ഒരാൾ ബി ഉണ്ടെന്ന് വിചാരിക്കുക. ബിയുടെ റേറ്റ് 10 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇട്ട് ചെയ്യുന്ന വാല്യൂ അല്ല 10. 1/2 ഇടാതെ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്, ഒറിജിനൽ വാല്യൂ ആണ് 10. അത് ചിലപ്പോൾ 1/2 ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തെ ആളുടെ വാല്യൂമായിട്ട് ഈക്വൽ ആക്കാൻ പറ്റും. അങ്ങനെയുള്ളൂ സംഭവം കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാടാ. ഇതിനെ 1/2 ഇട്ട് ചെയ്യുന്നതിന് പകരം ആർക്കാണോ കോഎഫിഷ്യൻ്റ് വരുന്നത് ആ കോഎഫിഷ്യൻ്റ് കൊണ്ട് മറ്റേ ആളെ ഇൻറ്റൂവും ചെയ്യാം നമുക്ക്. അതായത് ഇതിനെ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കി 1.2 വരും. അപ്പോഴും 2 വാല്യൂ സെയിം ആവും. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇൻറ്റൂവും ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിപ്പോൾ നിങ്ങൾക്ക് 2 പേരേ ഉള്ളൂ. ഇങ്ങനെ ആയിരുന്നെങ്കിലോ ആ 2 കൊണ്ട്
എയെയും ഇൻറ്റു ചെയ്യണം, ബിയെയും ഇൻറ്റു ചെയ്യണം. ബി ഇപ്പം നമ്മൾ എടുത്തല്ലോ, സി എടുക്കാം. എയെയും ഇൻറ്റു ചെയ്യണം, സിയെയും ഇൻറ്റു ചെയ്യണം. അപ്പം നിങ്ങളിപ്പം അപ്പം നമുക്ക് എളുപ്പം എന്തുവാ, ആ കോയിഫിഷ്യൻ്റ് കൊണ്ട് അയാളെ തന്നെ ഡിവൈഡ് ചെയ്യുന്നതാണ്. അല്ല, അയാളെ ഡിവൈഡ് ചെയ്യുന്നില്ല, ഇൻറ്റു ചെയ്യാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ അയാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതായത് ഇപ്പം ബിക്കാണ് കോയിഫിഷ്യൻ്റ് 2 വന്നേക്കുന്നത്. ഒന്നില്ലെങ്കിൽ ആ 2 കൊണ്ട് ബിയുടെ റേറ്റിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എയ്ക്കും സിക്കും ബിക്കും ഒരേ റേറ്റ് വരും. കാരണം എയ്ക്കും സിക്കും കോയിഫിഷ്യൻ്റ് ഇല്ല. കോയിഫിഷ്യൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവരെയും അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതല്ലെങ്കിൽ വേറൊരു വഴി, ആ നമ്പർ കൊണ്ട് ബാക്കിയുള്ളവർ ഇൻറ്റു ചെയ്യണം. അതായത് എ ഇൻറ്റു ചെയ്യണം, സി എയും ഇൻറ്റു ചെയ്യണം. അതിനെക്കാട്ടി നല്ലതല്ല അയാളെ തന്നെ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നത്. എന്തിനെങ്ങനെ കിടന്ന് ഇൻറ്റു ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ കോയിഫിഷ്യൻ്റ് കൊണ്ട് അയാളെ ഡിവൈഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ. എന്നും പറഞ്ഞ് എക്സാംസിന് അങ്ങനെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇൻറ്റു ചെയ്ത ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. പല രീതിയിലാണ് നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, വേറെ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ദാ എ പ്ലസ് 2b ഗീവ്സ് 3c. ഇതാണ് നമ്മളുടെ റിയാക്ഷൻ. ഇതിൻ്റെ റേറ്റ് നമുക്കൊന്ന് എഴുതാം. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് R is equal to, ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്ന ആൾ റിയാക്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഞാനൊരു മൈനസ് സൈൻ കൊടുക്കുന്നു. മൈനസ് ഡെൽറ്റ എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു, അല്ലേ, ഈക്വൽ ടു. കാരണം എ എന്ന് പറയുന്ന ആളുടെ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്ന ആൾക്ക് മൈനസ്, അയാൾക്കൊരു കോഎഫിഷ്യൻ്റ് ഉണ്ട്, എന്തുവാ, 2 ആണ്. സോ 1/2 ആക്കി മാറ്റുക. മൈനസ് കഴിഞ്ഞിട്ട് 1/2 കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 1/2 കഴിഞ്ഞിട്ട് മൈനസ് കൊടുത്താൽ നിങ്ങൾ വിചാരിക്കും 1/2 മൈനസ് ആ വാല്യൂ ആണെന്ന്. അങ്ങനെയല്ല, നമ്മൾ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് നോക്കുന്നത്. ഒന്നില്ലെങ്കിൽ 2 അവസാനം താഴെ കൊടുത്താലും മതിയടാ. ഇങ്ങനെയാണ് എഴുതുന്നതിന് പകരം മൈനസ് പറഞ്ഞേ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. എന്നിട്ട് 2 ഇവിടെ കൊടുത്താൽ മതി. ഡിവൈഡ് ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, സി എന്ന് പറയുന്ന ആൾ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ മൈനസ് സൈൻ കൊടുക്കണ്ട, അല്ലേ. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, ഇവിടെ ഒരു 2 കൊടുക്കും. ഇതാണ് നമ്മളുടെ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതാണ് നമ്മളുടെ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പം ആവറേജ് റേറ്റ് ആണ്. അതായത് ഒരു ടൈം ഡിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആർ ആവറേജ് എന്ന, ആവറേജ് റേറ്റ്. ഓക്കെ, ഇനി വേറൊരു സാധനമുണ്ട്, ആർ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഒരു ടൈം ഇൻസ്റ്റൻറ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന റേറ്റ്, അറ്റ് എ ടൈം ഇൻസ്റ്റൻറ്റിൽ നമ്മൾ എടുക്കുന്ന റേറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഡെൽറ്റ ടി ടെൻസ് ടു 0 വരും. ഡെൽറ്റ ടിയുടെ വാല്യൂ ഏകദേശം 0 ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഡെല്ലിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഡി ആയിരിക്കും. ഡെല്ലിന് പകരം നമ്മൾ ഡി യൂസ് ചെയ്യും. അതായത് ഇവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് മൈനസ് എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ആണ്. ഡെല്ലിന് പകരം എന്തെടുത്താൽ മതി, ഡി എടുത്താൽ മതി. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ, ഇതും ചേഞ്ച് തന്നെ, ചെറിയ ചേഞ്ച് ആണെന്നേ ഉള്ളൂ. ഇത് വലിയ ചേഞ്ച്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഒരു ചെറിയ ടൈം ഡിഫറൻസ് അവിടെ വന്നേക്കുന്നത്, വലിയ ടൈം ഡിഫറൻസ് ഇല്ല, ഒരു ചെറിയ ടൈം ഡിഫറൻസ്. അതാണ് ഡെൽറ്റ ടി എന്ന് എടുത്തേക്കുന്നത്. ഓക്കെ, സോറി, ഡി ടി എന്ന് എടുത്തേക്കുന്നത്. മൈനസ് ഡി ബി ബൈ ഡി ടി, 2 ഉണ്ട് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഡി സി ബൈ ഡി ടി. ഓക്കെ, ഒരു മിസ്റ്റേക്ക് വന്നു, ഇപ്പോൾ 2 അല്ല 3 ആണ്. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും എപ്പോഴും നിങ്ങൾ ആലോചിച്ചോളാം. കോഎഫിഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആ കോഎഫിഷ്യൻറ്റിനെ 1/, ആക്കി കൊടുക്കണം. 1/, ആക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരു ഓപ്ഷനുണ്ട്, ആ കോഎഫിഷ്യൻ്റ് കൊണ്ട് ബാക്കിയുള്ളവരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 2 ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഓപ്ഷൻസ് നമ്മൾ നോർമലി എടുക്കാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഈ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ കോഎഫിഷ്യൻ്റ് വന്ന ആളൊഴികെ ബാക്കി എല്ലാവരെയും ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കതൊരു എക്സ്ട്രാ പണിയാണ്. അതിനെക്കാട്ടി എളുപ്പം ആ കോഎഫിഷ്യൻ്റ് വരുന്ന ആളെ നമ്പർ കൊണ്ട് അയാളെ തന്നെ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പം വേറെ ആർക്കും പ്രശ്നമില്ല. പക്ഷേ ഈ 2 രീതി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് അവർ ക്വസ്റ്റ്യനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ നമുക്ക് എന്താ ഡിവൈഡഡ് ആക്കിയും തരാറുണ്ട്, ചിലപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ അവർ 2 രീതിയും ചൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇതാണ് എളുപ്പ വഴി, ഡിവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ എഴുതുമ്പോഴും അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചേക്കാം, ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ റേറ്റ് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് വരുന്ന ആളുടെ റേറ്റ്, ഇപ്പം ഇതിനകത്ത് ബിയുടെ റേറ്റ് ക്വസ്റ്റിനകത്ത് പറയുകയാണ്, ബിയുടെ റേറ്റ് 10 ആണ്. ബിയുടെ റേറ്റ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൂടെ ചേരുമ്പോഴാണ് 10.
മൈനസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി. ഇവിടെ മൈനസ് ഡി ബി ബൈ ഡി ടി. ഇത്രയും മാത്രമാണ് 10. ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എത്രയായിട്ട് മാറും? 5 ആയിട്ട് മാറും. ഓക്കെ, ആ 5 തന്നെ ആയിരിക്കും ഇവിടെയും, ആ 5 തന്നെ ആയിരിക്കും ഇവിടെയും കേട്ടോ. അത് പ്രത്യേകം ആലോചിച്ച് വെച്ചോണം. എപ്പോഴും ക്വസ്റ്റിനകത്ത് ബിയുടെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ബിയുടെ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡി ബി ബൈ ഡി ടി. അതിൻ്റെ റേറ്റാണ് എത്ര കൊടുത്തേക്കുന്നത്? നമുക്ക് ആ 10 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തേക്കുന്നത്. ഇനി അതിനകത്ത് എന്തെങ്കിലും കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ കോഎഫിഷ്യൻ്റെ വാല്യൂ എന്താ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് അർത്ഥം. അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇതാണ് കേസ്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കാര്യങ്ങളെല്ലാം. ഇനി അപ്പം റേറ്റ് എഴുതാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഇനി നമുക്ക് റേറ്റിൻ്റെ യൂണിറ്റ് നോക്കാം. ഈ റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നതും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും നമുക്ക് 2 രീതിയിലാണ്. അതൊന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ നോർമലി റിയാക്ഷൻ്റെ റേറ്റ് എടുക്കുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം ആണല്ലേ. ഓക്കെ, ഞാനിങ്ങനെ എഴുതുന്നു, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതാണ് നമ്മൾ നോർമലി റേറ്റ് എടുക്കുന്നത്, കോൺസെൻട്രേഷൻ്റെ ചേഞ്ച്. പക്ഷേ ഇത് ആരുടെ കേസിലാണ്? സൊല്യൂഷൻ്റെ കേസിലാണ്. സൊല്യൂഷൻസിൻ്റെ കേസിലാണ് നമുക്ക് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം എടുക്കുന്നത്. ഓക്കെ, അപ്പം വേറൊരാൾക്ക് വേറെ രീതിയിലാണത് പിന്നെ പറയാം. കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്തോ 2 യൂണിറ്റ് ഉണ്ട്. ഒന്ന് മോൾ പെർ ലിറ്റർ. ഓക്കെ, മോൾ പെർ ലിറ്ററിനെ നമ്മൾ മോൾ പെർ ഡി എം ക്യൂബ് എന്നും വിളിക്കാറുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചോണേ. ഈ ഡി എം ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എന്താണ് ഡി എം ക്യൂബ് എന്നുള്ളത്. ഡി എം ക്യൂബ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലിറ്റർ തന്നെയാണ് കേട്ടോ. അപ്പം അതൊന്ന് മനസ്സിലാക്കി വെച്ചോണം. ഡെസിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ലിറ്റർ. സോ മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ മോൾ പെർ ഡി എം ക്യൂബ്, ഇത് രണ്ടും കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് ആണ്. അതുകൂടാതെ ഒരു യൂണിറ്റും കൂടെ ഉണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് മോളാർ ആണ്. മോളാർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എം. അറിയാമല്ലോ, ഇത് 3ഉം കോൺസെൻട്രേഷൻ. ഇനിയുണ്ടോ കോൺസെൻട്രേഷൻ? ഒത്തിരി യൂണിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന 3 യൂണിറ്റ്, നമുക്ക് എക്സാമിന് ചോദിക്കുന്നതും നമുക്ക് കൂടുതലും ക്വസ്റ്റിനകത്ത് കാണപ്പെടുന്നതായിട്ടുള്ള 3 യൂണിറ്റാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മോൾ പെർ ലിറ്റർ, 2 മോൾ പെർ ഡി എം ക്യൂബ്, 3 മോളാർ ആണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എം. ഈ 3 യൂണിറ്റുമാണ് നമുക്ക് നോർമലി വരുന്നത്. ഡിവൈഡഡ് ബൈ ടൈം. ടൈമിൻ്റെ യൂണിറ്റ് എപ്പോഴും സെക്കൻഡ് ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ ടൈം. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ ടൈം. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ടൈമിൻ്റെ യൂണിറ്റ് എപ്പോഴും സെക്കൻഡ് തന്നെ. സെക്കൻഡാണ് ടൈമിൻ്റെ യൂണിറ്റ്. കാരണം SI യൂണിറ്റ് ടൈമിൻ്റെ സെക്കൻഡാണ്. പിന്നെ നമുക്ക് മിനിറ്റിലും ഹവറിലും ഒക്കെ തരാറുണ്ട്. നമ്മുടെ ഓപ്ഷനകത്ത് മിനിറ്റും ഹവറും തന്നെയാണെങ്കിൽ നിങ്ങൾ മാറ്റാൻ നിൽക്കണ്ട. പക്ഷെ ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് 5 ദിവസം എന്ന് പറയും. പക്ഷേ ക്വസ്റ്റ്യൻ ഇതിനകത്ത് വന്നേക്കുന്നത് സെക്കൻഡിലായിരിക്കും. അപ്പോൾ 5 ദിവസത്തിൻ്റെ ടൈമിനെ നിങ്ങൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാവും. അറിയാലോ, 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. 1 മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡാണ്. അതിനനുസരിച്ച് ടൈമിനെ മാറ്റം ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുക. ചിലപ്പോൾ ഇയറിലായിരിക്കും ടൈം തന്നേക്കുന്നത്, ഓപ്ഷനകത്ത് ഇയർ തന്നെയായിരിക്കും. ഇയറിനെ ഒന്നും ഒരിക്കലും സെക്കൻഡിലോട്ട് മാറ്റാൻ അവർ തരാറില്ല. ഇയർ ആണെങ്കിൽ ക്വസ്റ്റിനകത്തും ഇയർ തന്നെയായിരിക്കും ഓപ്ഷനകത്ത്. അപ്പോൾ ഓപ്ഷനും കൂടെ നോക്കിയിട്ടേ ടൈമിനെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവൂ കേട്ടോ. സോ ഇതാണ് യൂണിറ്റ്. ഇനി നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ആ ലിറ്റർ താഴെ വരും. സോ മോൾ പെർ ലിറ്റർ സെക്കൻഡ്, അവിടെ മോൾ പെർ ഡി എം ക്യൂബ് സെക്കൻഡ്, ഇവിടെ മോളാർ പെർ സെക്കൻഡ്. ശരിയല്ലേ? ഇനി അതിന് മുകളിൽ കൊണ്ടുപോകാം. നമുക്ക് വരുന്നത് മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1, ഒരു യൂണിറ്റ് കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റ്. മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. ഇവിടെ മോൾ ഡി എം റൈസ് ടു -3 സെക്കൻഡ് റൈസ് ടു -1, രണ്ടാമത്തെ യൂണിറ്റ്. മോൾ ഡി എം റൈസ് ടു -3 സെക്കൻഡ് റൈസ് ടു -1. മൂന്നാമത്തെ യൂണിറ്റ് മോളാർ സെക്കൻഡ് റൈസ് ടു -1, മൂന്നാമത്തെ യൂണിറ്റ്. ഇത് 3 നമുക്ക് ചോദിക്കാറുണ്ട്. ഇതിൽ ഏത് ചോദിക്കും? കൂടുതൽ ചോദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നമുക്ക് ചോദിക്കാറുണ്ട്. ഈ 3 യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് 3ഉം ഒരു യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, മോൾ പെർ ലിറ്റർ തന്നെയാണ് മോൾ പെർ ഡി എം ക്യൂബ്. ആ മോൾ പെർ ഡി എം ക്യൂബും മോൾ പെർ ലിറ്ററിനെയാണ് മോളാർ എന്ന് വിളിക്കുന്നത്. കാരണം മോളാർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ ആണ്. ലിറ്റർ തന്നെയാണ് ഡി എം ക്യൂബ്. ഇനി ഇത് നമുക്ക് ഒരു കാര്യം കൂടെ അവർ എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ഈ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോഴാണ് അവന്മാരി സാധനം ചോദിക്കുന്നത്. വേറൊന്നുമല്ല, ഇപ്പം നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ അല്ലേ, സൊല്യൂഷൻ മാറ്റി അതങ്ങ് ഗ്യാസ് ആക്കും. സോ R is equal to ചേഞ്ച് ഇൻ കോൺസെൻട്രേഷന് പകരം ചേഞ്ച് ഇൻ പ്രഷർ ബൈ ചേഞ്ച് ഇൻ ടൈം ആവും. അതായത് ഗ്യാസിനാണ് നമ്മൾ പ്രഷർ യൂസ് ചെയ്യുന്നത്. ഗ്യാസിന് കോൺസെൻട്രേഷൻ അല്ലടാ. ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ എന്തും എടുക്കുന്ന പ്രഷറാണ്. ഗ്യാസിൻ്റെ കേസിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അല്ല വരുന്ന, ഗ്യാസിൻ്റെ കേസിൽ ചേഞ്ച് ഇൻ പ്രഷറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് അങ്ങനെ എടുത്തു പറഞ്ഞാൽ മാത്രമേ അത് യൂസ് ചെയ്യാവൂ.
അതല്ലെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. അതല്ല നമ്മുടെ അടുത്ത് എടുത്ത് ഗ്യാസ് എന്ന് പറയുവാണെങ്കിലോ അല്ലെങ്കിൽ യൂണിറ്റ് ഇങ്ങനെ കണ്ടാലോ നിങ്ങൾ മനസ്സിലാക്കുക അതെന്താണ്, പ്രഷറാണ് എടുത്തേക്കുന്നത്. സോ ചേഞ്ച് ഇൻ ഗ്യാസ് ആണ് എടുത്തേക്കുന്നത്. സോ ചേഞ്ച് ഇൻ പ്രഷർ ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. പ്രഷറിൻ്റെ യൂണിറ്റ് എന്തുവാ? 2 യൂണിറ്റ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ATM അല്ലെങ്കിൽ ബാർ. ഇത് രണ്ടും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്രഷറിൻ്റെ 2 യൂണിറ്റുകളാണ്. ഒന്ന് ATM അല്ലെങ്കിൽ ബാർ. ഡിവൈഡഡ് ബൈ ടൈമിന് നമ്മൾ യൂസ് ചെയ്യുന്ന സെക്കൻഡ് ആസ് യൂഷ്വൽ സെക്കൻഡാണ്. യൂസ് ചെയ്യുന്ന യൂണിറ്റ് സെക്കൻഡാണ്. സോ നമുക്ക് കിട്ടുന്നത് ATM സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് ഒരു യൂണിറ്റ്. ATM സെക്കൻഡ് ഇൻവേഴ്സ് ഓർ രണ്ടാമത്തെ യൂണിറ്റ് ബാർ സെക്കൻഡ് ഇൻവേഴ്സ്. ATM സെക്കൻഡ് ഇൻവേഴ്സോ അല്ലെങ്കിൽ ബാർ സെക്കൻഡ് ഇൻവേഴ്സോ, ഈ 2 യൂണിറ്റാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ATM സെക്കൻഡ് ഇൻവേഴ്സോ അല്ലെങ്കിൽ ബാർ സെക്കൻഡ് ഇൻവേഴ്സോ, ഇത് രണ്ടുമായിരിക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോണം. കാരണം നമുക്ക് ഈ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നിങ്ങൾക്ക് അത് അറിയാമായിരിക്കുമല്ലോ. റേറ്റ് ലോ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് പഠിക്കും. ആ റേറ്റ് കോൺസ്റ്റൻറ്റിൽ നമുക്ക് ഇത് വെച്ചിട്ട് റേറ്റ് കോൺസ്റ്റൻറ്റ് എഴുതാൻ ചോദിക്കാറുണ്ട്. കാരണം റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കോൺസെൻട്രേഷൻ ടേം വരുന്നുണ്ട്. അത് നമുക്ക് ഓപ്ഷനകത്ത് ഈ മോൾ പെർ ലിറ്റർ ഒന്നും തരാതെ ചിലപ്പോൾ മോൾ പെർ DM³ തരാറുണ്ട്. അതിന് പകരം ചിലപ്പോൾ ATM സെക്കൻഡ്. അത് ഞാൻ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പറയാം. എന്തായാലും ഇത് നമുക്ക് വേണം, അത് മനസ്സിലാക്കി വെച്ചേക്കാം. കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഉണ്ട്. റിയാക്റ്റൻ്റെ ചേഞ്ച് ആയാലും പ്രോഡക്റ്റിൻ്റെ ചേഞ്ച് ആയാലും നമുക്ക് ഒരേ വാല്യൂ ആണ് വരുന്നത്. പിന്നെ റിയാക്റ്റൻ്റെ ചേഞ്ച് എടുക്കുമ്പോൾ മാത്രം നമുക്ക് സൈൻ ഒരു ചെറിയ ഡിഫറൻസ് വരും. അത് മാറ്റാനായിട്ട് റിയാക്റ്റൻസിൻ്റെ റേറ്റ് എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ നമ്മൾ ആദ്യമേ കൊടുത്തേക്കും. പിന്നെ കോയിഫിഷ്യൻ്റ് വരുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. കോയിഫിഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് ആർക്കാണോ കോയിഫിഷ്യൻ്റ് വരുന്നത് ആ കോയിഫിഷ്യൻ്റ് വെച്ചിട്ട് അയാളെ തന്നെ അങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആർക്കാണോ കോയിഫിഷ്യൻ്റ് വരുന്നത് ആ കോയിഫിഷ്യൻ്റ് വെച്ചിട്ട് അയാളെ തന്നെ ഡിവൈഡ് ചെയ്യുകയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇക്വേഷനും കാര്യങ്ങളും എന്ന് പറയുന്നത്. സിമ്പിളാണ്, മനസ്സിലാക്കി വെച്ചേക്കുക. ഇക്വേഷനും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നോക്കാം നമുക്ക്. ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഓർ പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ റിയാക്റ്റൻറ്റിൻ്റെയോ പ്രോഡക്റ്റിനുണ്ടാകുന്ന കോൺസെൻട്രേഷൻ്റെ ചേഞ്ച്. റേറ്റ് എഴുതുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും ഉണ്ട്. ആവറേജ് റേറ്റ് ചേഞ്ച് ഓവർ എ ടൈം ഇൻ്റർവൽ, ഒരു ടൈം ഇൻ്റർവെൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് അറ്റ് സ്പെസിഫിക് മൊമെൻറ്റ്, ഒരു സ്പെസിഫിക് മൊമെൻറ്റിൽ ഉണ്ടാകുന്ന റേറ്റാണ്. ദെൻ യൂണിറ്റ് മോൾ പെർ ലിറ്റർ സെക്കൻഡ് ഓർ മോളാർ സെക്കൻഡ്. ഇത് രണ്ടുമാണ് നമുക്ക് എഴുതിയേക്കുന്നത്. ഇനി ലിറ്ററിന് പകരം DM³ എടുക്കാം. പിന്നെ ഗ്യാസ് ആണെങ്കിൽ ATMO ബാറോ യൂണിറ്റായിട്ട് വരും മുകൾ. ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുന്നത്. അടുത്തിലോട്ട് പോകും. ഇനി നെക്സ്റ്റ് വരുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിയാക്ഷൻ റേറ്റ് ആണ്. റിയാക്ഷൻ്റെ വേഗതയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതിനകത്തുനിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ സെക്ഷനിലോട്ട് പോകാം. ഫോർ എക്സാമ്പിൾ 2A എന്ന് പറയുന്ന ആൾ 3B ആയിട്ട് മാറുന്നു. ആ ക്വസ്റ്റ്യൻ ടൈപ്പും കൂടെ, ഇതൊരു ക്വസ്റ്റ്യൻ ടൈപ്പാണ്. ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മറ്റേ ഇത് കണക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ റേറ്റ് താഴെ എഴുതിയേക്കും. 4 ഓപ്ഷനകത്ത് റേറ്റ് എഴുതിയേക്കും. ഇതിനകത്തുനിന്ന് കറക്റ്റ് റേറ്റ് ചൂസ് ചെയ്യാൻ പറയും. ഇതിൻ്റെ റേറ്റ് അറിയാമല്ലോ, -1/2 dA/dt വിച്ച് ഇസ് ഈക്വൽ ടു 1/3 dB/dt. ഇതല്ലേ റേറ്റ്. അപ്പോൾ ഇത് ഓപ്ഷനകത്ത് കുറേ 4 എണ്ണം തരും. അത് പല രീതിയിലായിരിക്കും അവർ തന്നേക്കുന്നത്. 4 എണ്ണം തന്നിട്ട് അതിലേതാണ് കറക്റ്റ് റേറ്റ് എന്നുള്ളത് ചോദിക്കും. നമുക്ക് സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അത് CSIR നെറ്റ് ലെവലായാലും സെറ്റിനായാലും ഗേറ്റിനായാലും നമ്മളുടെ HSST എക്സാംസ് ആയാലും പിന്നെ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും നമുക്ക് ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഒരു +2 ലെവൽ ക്വസ്റ്റ്യനാണ്. ഇതാണ് കാരണം തന്നിട്ട് 4 ഓപ്ഷൻ തരും. 4 ഓപ്ഷനകത്ത് 4 റേറ്റ് കാണും. ഇതുമായിട്ട് മാച്ച് ആയിട്ട് വരുന്ന റേറ്റ് ചൂസ് ചെയ്യാൻ പറയും. അത് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ഈ 2 ഇതിന് ഡിവൈഡഡ് ബൈ ആയിട്ട് കാണത്തില്ല. 2 ഡിവൈഡ് ബൈ ആക്കുന്നതിന് പകരം 2 കൊണ്ട് മറ്റേ ആളെ ഇൻഡു ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഇവർ മാറ്റം വരുത്തും. അത് നമുക്ക് ഓപ്ഷനിലൂടെ അത് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ അവരിങ്ങനെ പറയും, ഈ റിയാക്ഷനകത്ത് ബിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 6 ആണ്. ബിയുടെ റേറ്റ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ റേറ്റ് എത്രയാണെന്ന് ചോദിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. ബിയുടെ റേറ്റ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ റേറ്റ് സിമ്പിളാണ്. ആദ്യം ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതാം. R - dA/dt. ഞാൻ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എഴുതുന്നതേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല. കോഎഫിഷ്യൻ്റ് ഡിവൈഡഡ് ബൈ ആക്കി കൊടുക്കുക.
മൈനസ് ഡി എ ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബി ബൈ ഡി ടി അല്ലേ. എന്താ അതിനെ കോയിഫിഷ്യനെ എന്താ ഡിവൈഡ് ബൈ ആക്കി കൊടുക്കുക. ഇനി എന്താ ചോദിക്കുന്നത്, ബിയുടെ റേറ്റ് 6 അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ, ഇത് മൊത്തത്തിലാണോ 6 അതോ ഇത്രയും പോർഷൻ മാത്രമാണോ 6? എന്താ അത്രയും പോർഷൻ മാത്രമാണ്. കാരണം ബിയുടെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ 3 അവർ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ബിയുടെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബി മാത്രം കാണിക്കുന്ന റേറ്റ്, അതായത് ഡി ബി ബൈ ഡി ടി. അപ്പോൾ ഈ ഡി ബി ബൈ ഡി ടിയുടെ വാല്യൂ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്ന 6, അല്ലാതെ മൊത്തത്തിലല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് മൈനസ് ഡി എ ബൈ ഡി ടി സോറി 2 ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബി ബൈ ഡി ടി 6/3. ശരിയല്ലടാ, ഡി ബി ബൈ ഡി ടിയുടെ വാല്യൂ 6 6/3. നമുക്ക് എന്ത് പക്ഷെ കണ്ടുപിടിക്കേണ്ടത് എയുടെ റേറ്റ്. അപ്പോഴേ നമുക്കൊരു കൺഫ്യൂഷൻ, ഇത് മൊത്തത്തിലാണോ എയുടെ റേറ്റ്? അല്ല, മൈനസ് ഡി എ ബൈ ഡി ടി മാത്രമാണ് എയുടെ റേറ്റ്. മൈനസ് ഡി എ ബൈ ഡി ടി മാത്രമാണ് എയുടെ റേറ്റ്. സോ മൈനസ് ഡി എ ബൈ ഡി ടി ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 2നെ നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ഡിവൈഡ് ചെയ്തേക്കുക അല്ലേ, അപ്പുറം ചെല്ലുമ്പോൾ ഇൻറ്റു ആവത്തില്ലേ. സോ 6/3 ഇൻറ്റു 2 നമുക്ക് എന്ത് കിട്ടും? 6/3 ആദ്യം ചെയ്യാം, നമുക്ക് 12/3 4 കിട്ടും. 4 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതായത് മൈനസ് ഡി എ ബൈ ഡി ടിയുടെ വാല്യൂ 4, ഡി ബി ബൈ ഡി ടിയുടെ വാല്യൂ 6, ഒരേ വാല്യൂ 4/2 2 വരും, 6/3 2 വരും. കണ്ടോ, ഈക്വലായിട്ട് എഴുതാൻ പറ്റുന്ന അതുകൊണ്ടാണ്. പക്ഷേ എയുടെ റേറ്റ് 4 ബിയുടെ റേറ്റ് 6 പക്ഷെ നമ്മൾ ഈക്വലായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് 2 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്, 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 കിട്ടും റേറ്റ്. അങ്ങനെ സെയിം ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമുക്ക് എയുടെ റേറ്റ് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ കോയിഫിഷ്യൻ്റ് വരാതെ നമ്മൾ എടുക്കുന്നതാണ് എയുടെ റേറ്റ്. ബിയുടെ റേറ്റ് എന്ന് പറയുമ്പോൾ കോയിഫിഷ്യൻ്റ് വരാതെ എടുക്കുന്നതാണ് ബിയുടെ റേറ്റ്. അല്ലെങ്കിൽ ബിയുടെ റേറ്റ് കണ്ടുപിടിച്ചിട്ട് എയുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എയുടെ കോയിഫിഷ്യൻ്റ് അപ്പുറം കൊടുത്താൽ മതി, എന്നിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യന് നമുക്ക് ചോദിക്കാറുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇതിൽ നിന്ന് മെയിനായിട്ടും ചോദിക്കുന്നത്. പിന്നെ റേറ്റിൻ്റെ യൂണിറ്റ് അത് നമുക്ക് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. അറിയാമല്ലോ റേറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ളത്. ആ അറിവ് മാത്രം മതി നമുക്ക്. റേറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ള ആ ഒരു ഐഡിയ മാത്രം മതി നമുക്ക്. ഓക്കെ, പേജ് അങ്ങ് ഡിലീറ്റ് ചെയ്തോട്ടെ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ആണ്. റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. 1, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ. അതിൽ ഹയർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, കോൺസെൻട്രേഷൻ എന്തായാലും റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ റിയാക്ഷൻ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നടക്കും. ശരിയല്ലേ, റിയാക്ഷൻ്റെ വേഗതയും കൂടുതലായിരിക്കും. നമ്മൾ കൊളിഷൻ തിയറി എന്നും പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. കുറച്ചും കൂടെ ഫാസ്റ്റ് ആണെങ്കിൽ എന്താ ഫാസ്റ്റർ കൊളിഷൻസ് ആയിരിക്കും, അതിനൊക്കെ റിയാക്ഷൻ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. രണ്ടാമത്തേത് ടെമ്പറേച്ചറാണ്. ഇൻക്രീസസ് മോളിക്കുലാർ കൈനറ്റിക് എനർജി. മോളിക്കുലാർ കൈനറ്റിക് എനർജി കൂടും. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് അതിന് എക്സ്ട്രാ ടെമ്പറേച്ചറിൽ നിന്ന് എനർജി കിട്ടും. എനർജി കിട്ടുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് കൂടും. മൂവ്മെൻറ്റ് കൂടുമ്പോഴത്തേക്ക് അത് കൂടുതൽ കൂട്ടിയിടിക്കും. ഇത് കൊളിഷൻ തിയറിയുടെ ബേസിലാണ് പറയുന്നത്. കാരണം നമുക്കറിയാലോ, കൊളിഷൻ തിയറി എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടൻ്റ് മോളിക്യൂൾസ് പരസ്പരം കൂട്ടിയിടിക്കുന്നു എന്നൊരു കൺസെപ്റ്റാണ് കൊളിഷൻ തിയറി. കൊളിഷൻ തിയറിയിൽ അവർ പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടൻ്റ് മോളിക്യൂൾസ് പരസ്പരം കൂട്ടിയിടിക്കണം, കൊളൈഡ് ചെയ്യണം എന്നൊരു കൺസെപ്റ്റാണ് ഈ കൊളിഷൻ തിയറി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളും പറയുന്നത്. അപ്പം ഫസ്റ്റ് റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എങ്ങനെ റേറ്റ് കൂടുന്നു? അതിന് കാരണം റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുന്നു. ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ അവർ മൂവ് ചെയ്യുമ്പോൾ കൂട്ടിയിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഈ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഈ മതിലെങ്ങനെ വന്ന് ഇടിക്കുന്നെങ്കിലേ ഉള്ളൂ. അതേസമയം ഒരു 2 പേരുണ്ടെങ്കിൽ അയാളുമായിട്ട് കൂട്ടിയിടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 10 പേരുണ്ടെങ്കിലോ കൂട്ടിയിടിക്കാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പം ഈ ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും കൂട്ടിയിടിക്കാനുള്ള പോസിബിലിറ്റി കൂടും. കൂട്ടിയിടിച്ചാലേ പ്രോഡക്റ്റ് കിട്ടൂ എന്നുള്ളതാണ് കൊളിഷൻ തിയറി. അപ്പോൾ അതിൻ്റെ ബേസിൽ നോക്കുമ്പോഴത്തേക്ക് ആൾക്കാരുടെ എണ്ണം കൂടുമ്പോഴത്തേക്ക്, കോൺസെൻട്രേഷൻ കൂടുമ്പോഴത്തേക്ക് റിയാക്ഷൻ്റെ വേഗത എന്തായാലും കൂടും. 2, ടെമ്പറേച്ചറാണ്. ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ചൂടാക്കുമ്പോൾ നമ്മൾ എണീറ്റ് ഓടുന്ന കണക്കാണ്. നമ്മൾ ഈ ആൾക്കാരെടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അവർ കൂടുതൽ വേഗത്തിൽ ഓടാൻ തുടങ്ങും. എത്ര വേഗത്തിൽ ഓടുന്നോ അത്രയും കൊളിഷൻസ് നടക്കും. അപ്പം അതും അങ്ങനെ. നെക്സ്റ്റ് പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ആണ്.
കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോർമലി അറിയാം റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റിയാക്ഷൻ നടക്കാൻ ഒരു എനർജി വേണം. ആ എനർജി നമ്മൾ വിളിക്കുന്ന പേര് ആക്ടിവേഷൻ എനർജി എന്നാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പം ആക്ടിവേഷൻ എനർജിയാണ് റിയാക്ഷൻ്റെ എനർജി എന്ന് പറയുന്നത്. റിയാക്ഷൻ നടക്കാൻ വേണ്ട മിനിമം എനർജിയാണ് ആക്ടിവേഷൻ എനർജി. ആ ആക്ടിവേഷൻ എനർജി ഉള്ള ആൾക്കാർക്ക് പ്രോഡക്റ്റായിട്ട് മാറാൻ പറ്റും, അല്ലാത്ത ആർക്കും പ്രോഡക്റ്റായിട്ട് മാറാൻ പറ്റത്തില്ല. ഈ കാറ്റലിസ്റ്റ് ചെയ്യുന്നത് ആക്ടിവേഷൻ എനർജി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നു. ഇപ്പം നേരത്തെ റിയാക്ഷൻ ആക്ടിവേഷൻ 90 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 90 അതിൽ മുകളിലോ എനർജി ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രോഡക്റ്റായിട്ട് മാറാൻ പറ്റൂ. ബാക്കിയുള്ള ആൾക്കാരൊന്നും പ്രോഡക്റ്റായിട്ട് മാറത്തില്ല. നമ്മൾ കാറ്റലിസ്റ്റിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ 90 50 ആക്കി മാറ്റും കാറ്റലിസ്റ്റ്. അപ്പം 50 ഉള്ള ആൾക്കാർക്കും അതിന് മുകളിലുള്ള ആൾക്കാർക്കും പ്രോഡക്റ്റായിട്ട് മാറാൻ പറ്റും. നേരത്തെ 90 മുകളിൽ ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ കാറ്റലിസ്റ്റ് ചെയ്യുന്നത് ആക്ടിവേഷൻ എനർജി കുറയ്ക്കുക എന്നുള്ളൊരു ഫംഗ്ഷനാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാറ്റാലിസിസ് പറയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്. നെക്സ്റ്റ് സർഫസ് ഏരിയ ആണ്. ലാർജ് സർഫസ് ഏരിയ ആണെങ്കിൽ കുറച്ചും കൂടെ, സോളിഡിൻ്റെ കേസിൽ മാത്രമാണ് കുറച്ചും കൂടെ ഫാസ്റ്റ് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് നേച്ചർ ഓഫ് റിയാക്റ്റൻസ് ആണ്. ഇലക്ട്രോ പോസിറ്റീവ് ആണോ, ഇലക്ട്രോ നെഗറ്റീവ് ആണോ, അങ്ങനെയുള്ള സബ്സ്റ്റൻസ്, ഇലക്ട്രോ പോസിറ്റീവോ അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യും. പ്രഷർ ഗ്യാസിൻ്റെ കേസിൽ മാത്രമാണ്. ഹയർ പ്രഷർ ആണെങ്കിൽ അറിയാലോ, കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം അടുത്തടുത്ത് വരും, കൂടുതൽ കൊളിഷൻ നടക്കും, കൂടുതൽ നമുക്ക് റിയാക്ഷൻ ഫാസ്റ്റ് ആവും. ഇതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഏതൊക്കെയാണെന്ന് അറിയാമോ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇവിടെയാണ് നമ്മൾ റേറ്റ് ലോ ഡിസ്കസ് ചെയ്യുന്നത്. റേറ്റ് ലോ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിലാണ് നമ്മൾ ഏത് ഇക്വേഷൻ പഠിക്കുന്നത്? അറീനിയസ് ഇക്വേഷൻ പഠിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്ന കാറ്റലിസ്റ്റാണ്. കാറ്റലിസ്റ്റാണ് നമ്മൾ എൻസൈം കറ്റാലിസിസും ആക്ടിവേഷൻ എനർജിയും ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ സർഫസ് ഏരിയ, നേച്ചർ ഓഫ് റിയാക്റ്റൻസ്, പ്രഷർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ഈ 3 എണ്ണത്തിനെ പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ളത്. കാറ്റലിസ്റ്റ്, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ആദ്യം പോകുന്നു റേറ്റ് ലോ ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ്. അതായത് നമ്മൾ ഒരു റിയാക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് എ എന്ന് പറയുന്ന ആൾ ബി ആയിട്ട് മാറുന്നു. ഞാൻ എയുടെ വാല്യൂ ഒരു 10 എണ്ണം എടുക്കുന്നു. ആ സമയത്ത് പ്രോഡക്റ്റ് 0 ആണ്. എയുടെ വാല്യൂ ഞാൻ ഇടയ്ക്ക് വെച്ച് കൂട്ടുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എയുടെ വാല്യൂ ഞാൻ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. എയുടെ വാല്യൂ കൂട്ടുമ്പോൾ റേറ്റിന് എന്ത് വ്യത്യാസം വരുന്നത്? അതായത് നേരത്തെ ഈ 10 എന്ന് പറയുന്ന ആളിരിക്കുമ്പോൾ ഒരു റേറ്റ് ഉണ്ടല്ലോ, അതും ഞാൻ കോൺസെൻട്രേഷൻ കൂട്ടുന്നു. 10 എന്ന് പറയുന്ന ആളിരിക്കുമ്പോഴുള്ള റേറ്റ് എക്സ് ആണെന്ന് വിചാരിക്കാം. ഞാനിത് 20 ആക്കുന്നു. 20 എന്ന് പറയുന്ന ആൾ അതായത് എയുടെ കോൺസെൻട്രേഷൻ 20 ആക്കും. അപ്പോൾ റേറ്റ് എത്രയാകും? അപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ഒരു ഉത്തരം 2x ആയിരിക്കും അല്ലേ? പക്ഷേ ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് റേറ്റ് ലോ പറയുന്നത്. അതായത് നിങ്ങൾ എയുടെ കോൺസെൻട്രേഷൻ 10 ആക്കി, ആ സമയത്ത് റേറ്റ് 5 ആണെന്ന് വിചാരിക്കുക. എയുടെ കോൺസെൻട്രേഷൻ 20 ആക്കുമ്പോൾ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ വരുന്നത് റേറ്റ് 10 ആവുമെന്നല്ലേ? 5 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ റേറ്റ് ഇരട്ടിയാവും, 10 ആവും. പക്ഷെ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് റേറ്റ് ലോ പറയുന്നത്. റേറ്റ് ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എംപെരിക്കൽ ഇക്വേഷനാണ്. ഈ ഇക്വേഷനാണ് കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് റേറ്റിന് എന്ത് മാറ്റം വരുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരുന്നത്. ഈ റേറ്റ് ലോ എന്ന് പറയുന്നത് ഒരു എംപെരിക്കൽ ഇക്വേഷനാണ്. ഈ ഇക്വേഷനാണ് നമുക്ക് പറഞ്ഞു തരുന്നത് കോൺസെൻട്രേഷന് ചേഞ്ച് വരുന്നതിനനുസരിച്ച് റേറ്റിന് എങ്ങനെ വ്യത്യാസം വരുന്നു എന്നുള്ളത്. റേറ്റ് ലോ അനുസരിച്ച് ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് ആർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇനി നമുക്കൊരു കൺഫ്യൂഷൻ അപ്പോൾ വരും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്റ്റൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ റേറ്റ് ലോ തന്നെ പറയും, നമ്മൾ പറഞ്ഞല്ലോ 10 എടുക്കുമ്പോൾ എക്സ് ആണെങ്കിൽ 20 എടുക്കുമ്പോൾ 2x ആണെന്ന്. അപ്പോൾ റേറ്റ് ലോ പറയുന്നത് നിങ്ങൾ ആ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷന് എന്തെങ്കിലും മാറ്റം വരുത്തി. ഫോർ എക്സാമ്പിൾ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ട്രിപ്പിൾ ആക്കി, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പകുതിയാക്കി. അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ
അത് റേറ്റിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന റേറ്റും നിങ്ങൾ ആ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന റേറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എങ്ങനെ മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ പുള്ളി പറയുന്നത്, നമ്മൾക്ക് എക്സ് 2x ആകുന്നു, അങ്ങനെ നമുക്ക് ചുമ്മാ അങ്ങ് പറയാൻ പറ്റത്തില്ല. അതിന് നിങ്ങൾ ആ എക്സ്പെരിമെൻ്റ് നടത്തി നോക്കണം. എന്താണോ ആ റിയാക്ഷൻ നിങ്ങൾ നടത്തി നോക്കണം. ആ റിയാക്ഷൻ നടത്തി നോക്കുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ പ്രശ്നം, അങ്ങനെ ഓരോ സമയത്തും നമുക്കിങ്ങനെ കോൺസെൻട്രേഷൻ മാറ്റുന്നതിനനുസരിച്ച് റേറ്റ് കണ്ടുപിടിച്ച് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം റേറ്റ് ലോ പറയുന്നത് അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അതിന് നമുക്ക് സിമ്പിളായിട്ടൊരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താണോ ആ വരുന്ന മാറ്റം അതിനെ ഒരു നമ്പറായിട്ട് നമ്മളുടെ റിയാക്റ്റൻസിൻ്റെ മുകളിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ എ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ മാറുമ്പോൾ റേറ്റിന് എങ്ങനെ വ്യത്യാസം വരുന്നു. ഈ എയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ. സംഭവം ഇത്രയേ ഉള്ളൂ. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനും പിന്നെ റേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ റേറ്റിന് എങ്ങനെ വ്യത്യാസം വരുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നത് റേറ്റ് ലോയാണ്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് റേറ്റിന് എങ്ങനെ വ്യത്യാസം വരുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നത് റേറ്റ് ലോയാണ്. റേറ്റ് ലോയാണ് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരുന്നത്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റിന് എങ്ങനെ വ്യത്യാസം വരുന്നു. പക്ഷേ ആ റേറ്റ് ലോ അനുസരിച്ച് ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എത്ര റിയാക്റ്റൻസ് ഉണ്ടോ അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ ഒരു കാര്യം, ഈ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ആകുമ്പോൾ റേറ്റിന് എങ്ങനെ വ്യത്യാസം വരുന്നു അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും വ്യത്യാസം വരും, പക്ഷെ വ്യത്യാസം എത്രയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അതെങ്ങനെ ചെയ്യും? അതിനാണ് നമ്മളൊരു നമ്പർ യൂസ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേര് ഓർഡർ എന്നാണ്. അതിനർത്ഥം, നിങ്ങൾ ഒരു റിയാക്ഷൻ എടുക്കുന്നു, ആ റിയാക്ഷനകത്ത് റിയാക്റ്റൻ്റ് എ ആണ്, അത് നിങ്ങൾ 10 എടുത്ത് റേറ്റ് കണ്ടുപിടിക്കുന്നു. അത് 20 ആക്കുമ്പോൾ ഉള്ള റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം 10 വെച്ച് റേറ്റ് കണ്ടുപിടിക്കണം, പിന്നെ 20 വെച്ച് റേറ്റ് കണ്ടുപിടിക്കണം റിയാക്ഷൻ നടത്തിയിട്ട്. എന്നിട്ട് അവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. ആ വ്യത്യാസത്തെ നിങ്ങളൊരു നമ്പറായിട്ട് ഈ റിയാക്ഷൻ്റെ റേറ്റ്, ആ എ എന്ന് പറയുന്ന ആൾ മാത്രമല്ലേ ഉള്ളൂ, അയാളുടെ മുകളിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതിനെയാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ പ്രയോജനം? ഈ ഓർഡറിൻ്റെ വാല്യൂ, ഈ എയുടെ വാല്യൂ 0 ആണെങ്കിൽ അതിനർത്ഥം റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താലും റേറ്റിന് വ്യത്യാസമില്ല. അതായത് നിങ്ങൾ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ 10 ടൈംസ് ആക്കിയാലും 100 ടൈംസ് ആക്കിയാലും 200 ടൈംസ് ആക്കിയാലും 1000 ടൈംസ് ആക്കിയാലും റേറ്റിന് വ്യത്യാസമില്ല. അതായത് നിങ്ങൾ ആദ്യം 10 വെച്ച് റേറ്റ് കണ്ടുപിടിച്ചപ്പോഴും എക്സ്, 20 വെച്ച് റേറ്റ് കണ്ടുപിടിച്ചപ്പോഴും എക്സ്, 30 വെച്ച് റേറ്റ് കണ്ടുപിടിച്ചപ്പോഴും എക്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായ? മുകളിൽ കൊടുക്കേണ്ടത് 0 ആണ്, കാരണം ഒരു മാറ്റവും ഇല്ല. ഇനി ഇവിടുത്തെ വാല്യൂ 1 ആണെങ്കിൽ അതിനർത്ഥം റിയാക്റ്റൻസിന് എന്ത് മാറ്റം വരുത്തുന്നോ അതേ മാറ്റം റേറ്റിനും വരും. അതായത് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയാൽ റേറ്റും ഡബിൾ ആവും. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ട്രിപ്പിൾ ആക്കിയാൽ റേറ്റും ട്രിപ്പിൾ ആവും. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഹാഫ് ആക്കിയാൽ റേറ്റും ഹാഫ് ആവും. ഇനി അതിന് മുകളിൽ 2 ആണെങ്കിലോ, അവിടെ എന്ത് മാറ്റം വരുത്തുന്നു അതിൻ്റെ സ്ക്വയർ ആയിട്ട് ഇപ്പുറം മാറ്റം വരും. അതായത് ഡബിൾ ആക്കിയാൽ ഡബിളിൻ്റെ സ്ക്വയർ 4 ടൈംസ് ആയിട്ട് റേറ്റ് മാറും. ട്രിപ്പിൾ ആക്കിയാൽ ട്രിപ്പിളിൻ്റെ സ്ക്വയർ 9 ടൈംസ് ആയിട്ട് റേറ്റ് മാറും. ഹാഫ് ആക്കിയാൽ ഹാഫിൻ്റെ സ്ക്വയർ 1/4 ആയിട്ട് റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ ആ നമ്പർ സിസ്റ്റമാണ് നമുക്ക് പറഞ്ഞു. എന്തായാലും നമുക്കറിയാടാ, റേറ്റും കോൺസെൻട്രേഷനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനല്ല. കോൺസെൻട്രേഷന് ചേഞ്ച് വരുമ്പോൾ റേറ്റിനും വ്യത്യാസം വരും. പക്ഷേ ആ വ്യത്യാസം എത്രയാണെന്ന് നമുക്ക് ചുമ്മാ അങ്ങ് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആ റിയാക്ഷൻ നടത്തി നോക്കി അതിനൊരു നമ്പറായിട്ട് ആ കോൺസെൻട്രേഷൻ്റെ മുകളിൽ എഴുതണം. ആ നമ്പറാണ് എന്ത് മാറ്റം റിയാക്റ്റൻസ് മാറുമ്പോൾ റേറ്റിന് വരുന്നു എന്ന് പറഞ്ഞു തരുന്നത്. ആ നമ്പറിനെയാണ് നിങ്ങൾ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാ A+B എന്ന് പറയുന്ന ആൾ C ആയിട്ട് മാറുന്നു. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്ന ആളുടെ കോൺസെൻട്രേഷൻ, അത് റൈസ് ടു എക്സ്. ആ എയുടെ മുകളിലുള്ള എക്സ് കണ്ടുപിടിക്കുന്നത് എക്ക് മാറ്റം വരുത്തിയിട്ട് ആ എക്സിൻ്റെ വാല്യൂ റിയാക്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുക. അതേ കണക്ക് തന്നെ B റൈസ് ടു Y. കണ്ടോ, ആ Y ബിയുടെ പവറാണ്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സും വൈയും കൂടെ കൂട്ടും. ഒരാളെ ഉള്ളുവെങ്കിൽ അത് തന്നെയായിരിക്കും ഓർഡർ. 2-3 പേരുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കിടക്കുന്ന പവർ എല്ലാം കൂടെ കൂട്ടിയെടുത്താൽ മതി. യു വിൽ ഗെറ്റ് ഓർഡർ ഓഫ് റിയാക്ഷൻ. ഇതാണ്
റേറ്റ് ലോ. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റം നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കുന്നുണ്ട്. ആർ സീക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ. കാരണം നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇട്ട് എഴുതാൻ പറ്റത്തില്ലല്ലോ. സോ കെയെ വിളിക്കുന്ന പേര് റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ്. റേറ്റ് കോൺസ്റ്റന്റ് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ബാക്കിലോട്ട് വരാം. റേറ്റ് ലോ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് ലോ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഷോയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ. റേറ്റും റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ്. സോ നമുക്ക് ഇങ്ങനെ എഴുതുന്ന റേറ്റ് ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എം കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു എൻ. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. നെക്സ്റ്റ് എയും ബിയും, അത് മോളാർ കോൺസെൻട്രേഷൻസ് ആണ്. എയും ബിയും, എമ്മും എന്നും ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബി. എയുടെ ഓർഡർ എമ്മും ബിയുടെ ഓർഡർ എന്നും. ഇനി ടോട്ടൽ ഓർഡർ ചോദിച്ചാൽ രണ്ടുപേരെയും കൂടെ കൂട്ടിയെടുക്കുക. എം പ്ലസ് എൻ എന്ന് പറയുന്നത് ഓവറാൾ ഓർഡർ ആണ്. ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ റേറ്റ് ലോ എഴുതുമ്പോഴത്തേക്ക് കോൺസെൻട്രേഷൻ്റെ പവറായിട്ട് നമ്പേഴ്സ് വരും, അതിൻ്റെ ആകെ തുകയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് കെയുടെ യൂണിറ്റ് ആണ്. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഈ റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ റേറ്റിനും വ്യത്യാസം വരുന്നുണ്ട്. അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേറ്റ് കോൺസ്റ്റൻറ്റ് കെ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി കെയുടെ യൂണിറ്റ്. കെയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഏത് ഓർഡർ ആണോ ആ ഓർഡറിനനുസരിച്ചാണ് കെക്ക് യൂണിറ്റ് വരുന്നത്. നിങ്ങൾ ഇപ്പം എന്താ എ എന്ന് പറയുന്ന ആൾ ബി ആയിട്ട് മാറുന്നു. ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 ആയാൽ അത് 0 ഓർഡർ റിയാക്ഷൻ, എക്സിൻ്റെ വാല്യൂ 1 ആയാൽ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, എക്സിൻ്റെ വാല്യൂ 2 ആയാൽ അത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, എക്സിൻ്റെ വാല്യൂ 3 ആയാൽ അത് തേർഡ് ഓർഡർ റിയാക്ഷൻ, എക്സിൻ്റെ വാല്യൂ 1/2 ആയാൽ അത് ഹാഫ് ഓർഡർ റിയാക്ഷൻ, എക്സിൻ്റെ വാല്യൂ 3/2 ആയാൽ അത് 3/2 ഓർഡർ റിയാക്ഷൻ. പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം ആ ഓർഡർ എന്താണോ അതിനനുസരിച്ചാണ് കെക്ക് യൂണിറ്റ് വരുന്നത്. അതിനർത്ഥം കെയുടെ യൂണിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിയാക്ഷൻ്റെ ഓർഡർ ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം പല ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോഴും അവർ ഏത് ഓർഡർ ആണെന്ന് ക്വസ്റ്റ്യനകത്ത് പറയില്ല, ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ക്വസ്റ്റ്യനകത്ത് പറയില്ല. കാരണം ഓർഡർ റിയാക്ഷൻ അനുസരിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ലോയും ഹാഫ് ലൈഫും എല്ലാം നമ്മൾ എടുക്കുന്നത്. അപ്പം ഏത് ഓർഡർ ആണെന്ന് ചോദിച്ചാൽ അതിനർത്ഥം നമുക്ക് ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ പറയത്തില്ല. ഇനി പറഞ്ഞാൽ ഓക്കെ, പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കെ അവിടെ തന്നിരിക്കും, കെയുടെ യൂണിറ്റും കാണും കൂടെ. കെയുടെ യൂണിറ്റിൽ നിന്നും നമുക്ക് ഏത് ഓർഡർ ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് കെയുടെ യൂണിറ്റ് ഇങ്ങനെയാണ്: മോൾ ലിറ്റർ റൈസ് ടു -1 ദി ഹോൾ റൈസ് ടു 1 - n. മോൾ ലിറ്റർ റൈസ് ടു -1 ദി ഹോൾ റൈസ് ടു 1 - n സെക്കൻഡ് റൈസ് ടു -1. ഇതാണ് കെയുടെ യൂണിറ്റ്. മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1 - n സെക്കൻഡ് റൈസ് ടു -1. മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1 - n സെക്കൻഡ് റൈസ് ടു -1. ഇതാണ് കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതിൽ n എന്ന് പറയുന്നത് ഓർഡറാണ്. ഏത് ഓർഡറാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഓർഡറിൻ്റെയും യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏത് ഓർഡർ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. മോൾ ലിറ്റർ റൈസ് ടു -1 ദി ഹോൾ റൈസ് ടു 1 - n സെക്കൻഡ് റൈസ് ടു -1. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം, ചില ആൾക്കാരുടെ ഓർഡർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ ജനറൽ ഇക്വേഷൻ ആണ്. ജനറൽ ഇക്വേഷൻ അതായത് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞേ: മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1 - n സെക്കൻഡ് റൈസ് ടു -1. ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ, ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ചിലപ്പം നിങ്ങൾ 0യും 1ും 2ും ഒക്കെ ആയിരിക്കും പഠിച്ചത്, ചിലപ്പോൾ തേർഡ് ഓർഡറോ ഫോർത്ത് ഓർഡറോ അങ്ങനെ പല ഹാഫ് ഓർഡറോ അങ്ങനെ പല രീതിയിൽ ചോദിക്കും. അതുകൊണ്ട് ജനറൽ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം. ഇത് മാത്രം പഠിച്ച് ഏത് വേണമെങ്കിലും ചെയ്യാം. 0 ഓർഡർ ആണെങ്കിൽ ഫോർ 0 ഓർഡർ എന്നിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. മോൾ ലിറ്റർ റൈസ് ടു -1 ദി ഹോൾ റൈസ് ടു 1 - 0 എൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. സെക്കൻഡ് റൈസ് ടു -1. ഓക്കെ, ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1
സെക്കൻഡ് റൈസ് ടു മൈനസ് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എ റൈസ് ടു എം ഇൻറ്റു എൻ. മോളിൻ്റെ മുകളിൽ 1 ആണ്. 1 ഇൻറ്റു 1 1 വരും. സോ മോൾ ലിറ്റർ റൈസ് ടു -1 ഇൻറ്റു 1 -1 വരും. ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. ഇതാണ് സീറോ ഓർഡറിൻ്റെ യൂണിറ്റ്. മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. എന്താണ് സീറോ ഓർഡർ? മോൾ പെർ ലിറ്റർ സെക്കൻഡ്, അതായത് മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -. ഇനി ഫസ്റ്റ് ഓർഡർ നോക്കാം. ഫസ്റ്റ് ഓർഡർ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓർഡർ മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1 - 1. എൻ്റെ സ്ഥാനത്ത് 1 - 1 സെക്കൻഡ് റൈസ് ടു -1. സോ മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 0. 1 - 1 0 വരും. സെക്കൻഡ് റൈസ് ടു -. മോളിൻ്റെ മുകളിൽ 1 ഉണ്ട്. 1 ഇൻറ്റു 0 0 ആയി പോകും. സോ മോൾ റൈസ് 0 നമുക്ക് 1 വരും. നമ്പർ റൈസ് 0 1 ആണ്. ലിറ്റർ റൈസ് ടു -1 -1 ഇൻറ്റു 0 0 വരും. ഹോൾ ടേം ക്യാൻസൽ ആയി പോകും. ഈ ഹോൾ ടേം ക്യാൻസൽ ആയിപ്പോയി. യു വിൽ ഗെറ്റ് സെക്കൻഡ് റൈസ് ടു -. ഓക്കെ, സെക്കൻഡ് റൈസ് ടു -. ഇനി സെക്കൻഡ് ഓർഡർ ആകുമ്പോഴത്തേക്ക് നമുക്ക് 2 കൊടുക്കാം. സെക്കൻഡ് ഓർഡർ മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു 1 - 2 സെക്കൻഡ് റൈസ് ടു -. അല്ലേ, 1 - 2 കൊടുക്കുന്നു. 1 - 2 നമുക്ക് -1 വരും. സോ മോൾ ലിറ്റർ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1 വരും. -1 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. മോളിൻ്റെ മുകളിൽ 1 ആണ്. 1 ഇൻറ്റു -1 -1 വരും. മോൾ റൈസ് ടു -1. ഇനി ലിറ്ററിൻ്റെ മുകളിൽ -1 ആണ്. മുകളിൽ -1 -1 ഇൻറ്റു -1 1 ആവും. സോ ലിറ്റർ സെക്കൻഡ് റൈസ് ടു -. സോ മോൾ റൈസ് ടു -1 ലിറ്റർ സെക്കൻഡ് റൈസ് ടു -. ഇതാണ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഹോപ്പ് യു ക്ലിയർ ദീസ് 3: സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് സീറോ ഓർഡർ. പിന്നെ തേർഡ് ഓർഡർ 3 കൊടുത്താൽ മതി. പിന്നെ 4 5 6 ഹാഫ് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് അത് അതിനനുസരിച്ച് ചെയ്യാം. ഈ ജനറൽ ഇക്വേഷൻ മറന്നു പോകരുത്. ഓർഡർ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഈ ജനറൽ ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അറിയാമായിരിക്കും നിങ്ങൾക്ക് ഏതിൻ്റെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ദെൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് നിങ്ങളുടെ കോൺസെൻട്രേഷന് മാറ്റം വന്നു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റിന് ഒരു വ്യത്യാസമില്ല. 2 ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടൈമുമായിട്ടൊരു ബന്ധമില്ല. പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആകെപ്പാടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ടെമ്പറേച്ചറിനെ മാത്രമാണ്. അത് പഠിച്ചു വെച്ചോണം. റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിനെ മാത്രമാണ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വേറെ ആരെയും റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ ടെമ്പറേച്ചറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലിയർ ആണല്ലോ അല്ലേ? പേജ് ഒന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റിയിലോട്ടാണ്. ഓർഡറും മോളിക്കുലാരിറ്റി, ഈ 2 ടേംസും നമ്മൾ നമുക്ക് തിയറി ബേസ്ഡ് ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഓർഡറും മോളിക്കുലാരിറ്റി. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+B+C ആയിട്ട് മാറുന്നു. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇതിൻ്റെ റേറ്റ് ലോ നമ്മൾ കണ്ടുപിടിക്കുന്നു. R = K × A⁻X B⁻Y അല്ലേ? ഇനി ആ പവറുകൾ, അതായത് എയുടെ പവർ എക്സ്, ബിയുടെ പവർ വൈ. സോ എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ n കിട്ടും. സോ എന്താണ് ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് ലോ ഇറ്റ് ഈസ് ദ സം ഓഫ് റേറ്റ് ലോ എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ്റെ പവറുകൾ കൂട്ടിയെടുക്കുക. അപ്പം സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോയിൽ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ സമ്മ്. 2 പേരുണ്ടാണെങ്കിലാണ് ഈ സമ്മ് പറയുന്നത്. ഒരാളെ ഉള്ളുവെങ്കിൽ ആ വാല്യൂ. 3 പേരുണ്ടെങ്കിൽ 3 പേരുടെയും കൂടെ കൂട്ടിയെടുക്കുക. 4 പേരുണ്ടെങ്കിൽ 4 പേരുടെയും കൂടെ കൂട്ടിയെടുക്കുക. ഇതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ഓർഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് മോളിക്കുലാരിറ്റി. നമ്മൾ സെയിം റിയാക്ഷൻ എയും ബിയും കൂടെ ചേർന്ന് സി ആവും. ഇവിടെ എത്ര എ ഉണ്ട്? ഒരേ എ ഒന്നേ ഉള്ളൂ. എത്ര ബി ഉണ്ട്? ഒരു ബി. സോ ഒരു എയും ഒരു ബിയും, 1 1 2. ഈ 2നെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻറ്റുകളുടെ എണ്ണത്തെയാണ്, അല്ലെങ്കിൽ കൂട്ടിയിടിക്കുന്ന ആൾക്കാരുടെ എണ്ണം, കൂട്ടിയിടിക്കുന്ന റിയാക്റ്റൻ്റ് ആണ്, കൂട്ടിയിടിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെയാണ് നിങ്ങൾ മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത്. എന്നാൽ റേറ്റ് ലോ എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ്റെ പവറുകളുടെ സമ്മിനെയാണ് നിങ്ങൾ മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഓർഡറും
അതേ കണക്ക് മോളിക്കുലാരിറ്റി. ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് റേറ്റ് ലോ എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ്റെ പവറുകളുടെ സമ്മ്. മോളിക്കുലാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ആ റിയാക്റ്റൻറ്റുകളുടെ എണ്ണം മാത്രം മതി. എത്ര റിയാക്റ്റൻസ് ഉണ്ടോ അതിനെയാണ് മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത്. ഇതാണ് അവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ബേസിക് എന്താണെന്ന് രണ്ടുപേരെയും മനസ്സിലാക്കി വെച്ചേക്കാം, എന്നിട്ട് ഡിഫറൻസ് നോക്കാം, ഡെഫിനിഷൻ നോക്കാം. ആദ്യം ഡെഫിനിഷൻ തന്നെയാണ് അവരുടെ ഡിഫറൻസ്. പവർ ഓഫ് കോൺസെൻട്രേഷൻ ഇൻ റേറ്റ് ലോ, അങ്ങനെ പറയുന്നത് ശരിയല്ല, സം ഓഫ് അല്ലേ, സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ. റേറ്റ് ലോയിൽ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ സമ്മ്. അപ്പം ഒരാളെ ഉള്ളെങ്കിൽ അത് തന്നെ, 2-3 ആൾക്കാരുണ്ടെങ്കിൽ കൂട്ടിയടിക്കേണ്ടി വരും. നെക്സ്റ്റ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻവോൾവ് ഇൻ എലമെൻ്ററി സ്റ്റെപ്പ് അല്ലേ, നമ്മളുടെ എലമെൻ്ററി സ്റ്റെപ്പിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം, അതിനെയാണ് മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഈ എലമെൻ്ററി എന്ന് പറഞ്ഞതെന്ന് അറിയാമോ? പിന്നെ പറയാം. നെക്സ്റ്റ്, എക്സ്പെരിമെൻ്റൽ ഓർ തിയററ്റിക്കൽ, അതായത് എക്സ്പെരിമെൻ്റ് നടത്തി നോക്കിയിട്ടാണോ അതോ തിയറി വെച്ചിട്ടാണോ, അതായത് ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രം മതിയോ? ഉറപ്പായിട്ടും ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എക്സ്പെരിമെൻ്റ് നടത്തി നോക്കി അതിൻ്റെ നമ്പർ മുകളിൽ കൊടുക്കണം, ശരിയല്ലേ? സോ ഇറ്റ് ഈസ് എക്സ്പെരിമെൻ്റൽ ആണ്, ഡിറ്റർമൈൻഡ് എക്സ്പെരിമെൻ്റ്. പക്ഷേ മറ്റേത് റിയാക്ഷൻ മെക്കാനിസമാണ്. കാരണം ആരൊക്കെ റിയാക്ട് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ N2 + H2 gives 2NH3. നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് അമോണിയ കിട്ടുന്നു. ഇതിനെ ബാലൻസ് ചെയ്യാൻ നമുക്കറിയാം. പിന്നെ N2 + 3H2 gives 2NH3, 4 പേരാണ് റിയാക്ട് ചെയ്യുന്നത്. കണ്ടോ, ഇതിനെ നമുക്ക് റിയാക്ഷൻ നടത്തി നോക്കുകയൊന്നും വേണ്ട, അതിൻ്റെ മെക്കാനിസം അല്ലെങ്കിൽ ആ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മതി, ആരൊക്കെ തമ്മിൽ റിയാക്ട് ചെയ്യുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സോ തിയറി മാത്രം മതി നമുക്ക്. സോ ഡിറ്റർമൈൻഡ് ഫ്രം റിയാക്ഷൻ മെക്കാനിസം. റിയാക്ഷൻ മെക്കാനിസം അറിയാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, ആരുടെയും ഹെൽപ്പിൻ്റെ ആവശ്യം ഇല്ല. നെക്സ്റ്റ്, ക്യാൻ ബി ഫ്രാക്ഷണൽ. ഫ്രാക്ഷൻ വരുമോ? അപ്പം ഓർഡർ ആണെങ്കിൽ ഫ്രാക്ഷൻ വരുമോടാ, 1/2 വരാം, 3/2 വരാം, 5/2 വരാം, ഒരു പ്രശ്നവുമില്ല. മോളിക്കുലാരിറ്റി ആണെങ്കിൽ ഫ്രാക്ഷൻ വരുമോ? നമുക്കത് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. കാരണം ഈ ഒരു റിയാക്ഷൻ ഇതിനകത്തുള്ള മോളിക്കുലാരിറ്റി എത്രടാ? എച്ചിൻ്റെത് 1, ഓയുടേത് 1/2, 1 + 1/2 3/2 വരും, അല്ലെങ്കിൽ 1.5, 1.5. ഇതൊരു ഫ്രാക്ഷണൽ വാല്യൂ അല്ലേ ഈ 3/2 എന്ന് പറയുന്നത്? 1 + 1/2 ഇറ്റ് ഈസ് 3/2. അപ്പം ഫ്രാക്ഷൻ വരത്തില്ല എന്നല്ലേ പറഞ്ഞത്? അത് ശരിയാടാ, ഫ്രാക്ഷൻ വരത്തില്ല. ഇതിൻ്റെ മീനിങ് എന്തോ നിങ്ങൾ നോക്കിക്കേ. ഒരു ഹൈഡ്രജൻ എടുക്കണം, എന്നിട്ട് ഓക്സിജൻ പകുതി സപ്ലൈ ചെയ്യണം, ഓക്സിജൻ പകുതി കൊടുക്കണമെന്ന്. അതെങ്ങനെ ഓക്സിജൻ പകുതി കൊടുക്കുന്നത്? ഒരു ഓക്സിജൻ്റെ പകുതി നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പം 3/2 O2 അല്ലെങ്കിൽ ഹാഫ് O2 നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ഹാഫ് O2 ആയിട്ട് നമുക്ക് എങ്ങനെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഹാഫ് O2 ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഫ്രാക്ഷൻസ് നോർമലി ഏതിൻ്റെ കേസിൽ വരാറില്ല, മോളിക്കുലാരിറ്റിയുടെ കേസിൽ നോർമലി നമുക്ക് ഫ്രാക്ഷൻസ് വരാറില്ല. ഓക്കെ, നെക്സ്റ്റ്, ക്യാൻ ബി സീറോ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോന്ന്. ഓർഡർ 0 ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറയാം. പക്ഷെ മോളിക്കുലാരിറ്റി 0 ആവത്തില്ല. 0 നിങ്ങൾ നോക്കിക്കേ, H2 + 0O2 gives H2, ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ടോ? ഓക്കെ, അതായത് ഇവിടെയും 0 ഇവിടെയും 0 ആണെന്ന് വിചാരിക്കുക. അപ്പം 0 + 0 നമുക്ക് 0 വരും. 0 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് മോളിക്കുലാരിറ്റിക്ക് വരത്തില്ല, അല്ലെങ്കിൽ 0O2 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാറുമില്ല. സോ അതുകൊണ്ട് മോളിക്കുലാരിറ്റിക്ക് ഒരിക്കലും 0 വരത്തില്ല. പക്ഷെ ഓർഡറിന് എന്ത് വരാം? 0 വരാം. പക്ഷെ മോളിക്കുലാരിറ്റിക്ക് 0 വരാനുള്ള പോസിബിലിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ റേഞ്ച് വരുന്നത് 0, 1, 2, 3 തുടങ്ങിയതായിരിക്കും ഓർഡറിന്. യൂഷ്വലി 1, 2, 3 ആയിരിക്കും ആർക്ക് വരുന്നത്? മോളിക്കുലാരിറ്റിക്ക് വരുന്നത്. ഫ്രാക്ഷൻസും വരാം കേട്ടോ, ഇവിടെ 1/2, 3/2, 5/2, ഇങ്ങനെ ഫ്രാക്ഷൻസും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആർക്കാ? ഓർഡറിന്. ക്ലിയർ ആണേ? ഓക്കെ, മൂവിങ്. മോളിക്കുലാരിറ്റി ടൈപ്സ് ആണ്. യൂണിമോളിക്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. അതാ കണ്ടോ, 1A gives പ്രൊഡക്റ്റ്. അതാണ് യൂണിമോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഒരു മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് ബൈമോളിക്കുലാർ ആണ്. ബൈമോളിക്കുലാർ നമ്മൾ 2 പേര് കാണും. 2 പേരെന്ന് പറയുമ്പോൾ A + B എന്നോ അല്ലെങ്കിൽ 2A എന്നോ അങ്ങനെ എന്തോ വേണമെങ്കിലും എടുക്കാം. ടെർമോളിക്കുലാർ എന്ന് പറയുമ്പോഴത്തേക്ക് 3 പേര് കാണും. അത് റെയർ ആയിട്ടാണ് നമുക്ക് നടക്കുന്ന ടെർമോളിക്കുലാർ 3 പേര് വരുന്നത്. നോക്കി വെച്ചിരുന്നാൽ മതി. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ ആണ്. അതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് ചോദിച്ചു നോക്കിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും കേട്ടോ, നമ്മളൊന്ന് ഡീറ്റെയിൽ ആക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് 2 ടൈപ്പ് റിയാക്ഷനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് എലമെൻ്ററി റിയാക്ഷനും
അതേ കണക്ക് തന്നെ കോംപ്ലക്സ് റിയാക്ഷൻ, എലമെൻ്ററി റിയാക്ഷനും അതേ കണക്ക് തന്നെ കോംപ്ലക്സ് റിയാക്ഷനും. എന്താണ് എലമെൻ്ററി റിയാക്ഷൻ, എന്താണ് കോംപ്ലക്സ് റിയാക്ഷൻ? എലമെൻ്ററി റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ, സിംഗിൾ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആകുന്ന റിയാക്ഷനെയാണ് നിങ്ങൾ എലമെൻ്ററി റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എ ഗീവ്സ് ബി, കണ്ടോ, ഒറ്റ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആയി. എ പ്ലസ് ബി ഗീവ്സ് സി, കണ്ടോ, ഒറ്റ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആയി. ഈ എലമെൻ്ററി റിയാക്ഷൻ നമുക്ക് ഓർഡറിലും മോളിക്കുലാരിറ്റിയും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എലമെൻ്ററി റിയാക്ഷൻ്റെ കേസിൽ നമുക്ക് ഓർഡറും കണ്ടുപിടിക്കാം, മോളിക്കുലാരിറ്റിയും കണ്ടുപിടിക്കാം, ഒരു പ്രശ്നവുമില്ല. എന്നാൽ കോംപ്ലക്സ് റിയാക്ഷൻ അത് ഒറ്റ സ്റ്റെപ്പിലല്ല കംപ്ലീറ്റ് ആവുന്ന, ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ മൾട്ടിപ്പിൾ സ്റ്റെപ്പ്. മൾട്ടിപ്പിൾ സ്റ്റെപ്പിലായിരിക്കും കംപ്ലീറ്റഡ് ആവുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ കംപ്ലീറ്റഡ് ആകുന്നത് കൊണ്ട് തന്നെ, ഫോർ എക്സാമ്പിൾ എയും ബിയും കൂടെ ചേർന്ന് ആദ്യം ഡി ആയിട്ട് മാറുന്നു, ഡിയും ഇയും കൂടെ ചേർന്ന് പിന്നെ സി ആയിട്ട് മാറും. നമുക്ക് സി ആണ് പ്രൊഡക്റ്റ് കിട്ടേണ്ടത്, പക്ഷെ ആദ്യം ഡി ആയിട്ട് മാറിയിട്ടേ പിന്നെ സി കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആകുന്ന റിയാക്ഷൻസ്, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് റിയാക്ഷൻ. ഇങ്ങനെയുള്ള കോംപ്ലക്സ് റിയാക്ഷൻ്റെ കേസിൽ നമുക്ക് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഏത് സ്റ്റെപ്പാണ് നടക്കുന്നത്, അതിൽ എത്ര റിയാക്റ്റൻസ് ഉണ്ട്, ഇതൊക്കെ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, സാർ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ റിയാക്റ്റൻസ് എടുക്കണ്ടേ? ഇവിടെ എയും ബിയുമാണോ റിയാക്റ്റൻസ്, ഡിയും ഇയുമാണോ റിയാക്റ്റൻസ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോംപ്ലക്സ് റിയാക്ഷനകത്ത് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കാൻ എടുക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോ സ്റ്റെപ്പാണ്. ഏതാണോ റിയാക്ഷനകത്ത് ഏറ്റവും സ്ലോ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിനെയാണ് നിങ്ങൾ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് ചൂസ് ചെയ്യുന്നത്, ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. കാരണം സ്ലോ സ്റ്റെപ്പ് ആയിരിക്കും റേറ്റിനെ തീരുമാനിക്കുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കടതാ, എയും ബിയും ഡി ആയിട്ട് മാറുന്ന സ്ലോ സ്റ്റെപ്പും ഇത് ഫാസ്റ്റ് സ്റ്റെപ്പും. അപ്പോൾ എന്താ പ്രശ്നം? ഡി ഉണ്ടാകേണ്ട താമസമേ ഉള്ളൂ. കാരണം ഡി ഉണ്ടായാൽ ഉടനെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് സി ആയിട്ട് മാറും, പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഡി ഉണ്ടാകാനുള്ളൊരു താമസമാണ്. ഡി ഉണ്ടാകണമെങ്കിൽ ഈ സ്ലോ സ്റ്റെപ്പ് നടക്കണം. അപ്പം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട എന്തിനായിരിക്കണം? ഈ സ്ലോ സ്റ്റെപ്പിനെ ആയിരിക്കണം. കാരണം എന്താ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നടന്നോളും. അപ്പം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ സ്ലോ സ്റ്റെപ്പിനെയാണ്. കാരണം സ്ലോ സ്റ്റെപ്പ് നടന്ന് ആ ഡി ഉണ്ടായാലേ നമുക്ക് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്ലോ സ്റ്റെപ്പിനെ ആയിരിക്കും. കാരണം സ്ലോ സ്റ്റെപ്പ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കിയാലേ നമുക്ക് റിയാക്ഷൻ കുറച്ച് ഫാസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സ്ലോ സ്റ്റെപ്പിനെ ആയിരിക്കും. സ്ലോ സ്റ്റെപ്പിനെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാനായിരിക്കും നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഫാസ്റ്റ് ആവുന്നോ അത്രത്തോളം റിയാക്ഷൻ എന്താവും? ഫാസ്റ്റ് ആവും. അപ്പം ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് ഒരു കോംപ്ലക്സ് റിയാക്ഷനകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതിനെ ആയിരിക്കും? സ്ലോ സ്റ്റെപ്പിനെ ആയിരിക്കും. ഓക്കെ, ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോയിലോട്ട് പോകാം. ഡെറിവേഷനും കാര്യങ്ങളും ഒന്നും നമ്മൾ പറയുന്നില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ ഇക്വേഷനും അതിൻ്റെ കുറച്ച് ഗ്രാഫുകളും സംസാരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഗ്രാഫുകൾ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം കേട്ടോ. സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും കൂടെ ചേർത്ത് ഗ്രാഫ് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോയിൽ ആദ്യം നമ്മൾ പറയുന്നത് സീറോ ഓർഡർ റിയാക്ഷനാണ്. സീറോ ഓർഡർ റിയാക്ഷൻ. ഈ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ എ എന്ന് പറയുന്ന ആൾ ബി ആയിട്ട് മാറുന്നു. ഇതിൻ്റെ സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ലോ എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു സീറോ. എയുടെ മുകളിൽ സീറോ വരും. ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു സീറോ. ഓക്കെ, ഇതാണ്. അപ്പം എ റൈസ് ടു സീറോ എന്ന് പറയുന്നത് 1 ആണ്. ഇതൊരു നമ്പറാണ്, നമ്പർ റൈസ് ടു സീറോ 1 ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു കെ വരും. ഇതാണ് നമ്മളുടെ റേറ്റ് ലോ. ആർ ഇസ് ഈക്വൽ ടു കെ ആണ്. റേറ്റ് ആർ ഇസ് ഈക്വൽ ടു കെ അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ ആണ്. ഇതിനെ എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ടൈം ഇൻ്റർവെല്ലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ. അതിന് ഞാനൊന്ന് മോഡിഫൈ ചെയ്തിടുന്നു. കെ ടി ഇസ് ഈക്വൽ ടു, എപ്പോഴും ഞാൻ കെ ടി എന്ന് പറഞ്ഞായിരിക്കും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എഴുതുന്നു കേട്ടോ. കെ ടി ഇസ് ഈക്വൽ ടു ആർ സീറോ മൈനസ് ആർ. ഇങ്ങനെ എടുക്കുകയാണേ, അതിൽ നിങ്ങൾ കൺഫ്യൂഷനൊന്നും വിചാരിക്കേണ്ട. ആർ സീറോ മൈനസ് ആർ. അതിൽ കെ എന്ന് പറയുന്നത് നമ്മളുടെ റേറ്റ് കോൺസ്റ്റൻറ്റ്, ടി എന്ന് പറയുന്നത് ടൈമാണ്, ആർ സീറോ ഇനിഷ്യൽ കോൺസെൻട്രേഷനും ആർ എന്ന് പറയുന്നത് ആ ടൈമിന് ശേഷം ബാക്കി വരുന്ന കോൺസെൻട്രേഷൻ. ഇപ്പം നിങ്ങളത് പറയാണ് 100 തുടക്കത്തിലെ കോൺസെൻട്രേഷൻ, അതിൽ 60 തീർന്നു. അപ്പം 60 ഫൈനൽ കോൺസെൻട്രേഷൻ. 60 തീർന്നാൽ ബാക്കി വരുന്ന 40 ആണ് ഫൈനൽ കോൺസെൻട്രേഷൻ.
അപ്പോൾ R എന്ന് പറയുന്നത് തീർന്നതിന് ശേഷം ആ റിയാക്ഷനകത്ത് ബാക്കി നിൽക്കുന്ന റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ, അതിനെയാണ് നിങ്ങൾ R കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ KT is equal to R0 minus R. ഓക്കെ, നെക്സ്റ്റ് ഹാഫ് ലൈഫ് ആണ്. ഹാഫ് ലൈഫ് ടി ഹാഫ് എന്ന് പറയുന്നത് R0/2K ആണ്. ടി ഹാഫ് എന്ന് പറയുന്നത് R0/2K. ഇതാണ് ഹാഫ് ലൈഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അതിൽ R0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹാഫ് ലൈഫ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഈ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പിന്നെ സംസാരിക്കാം കേട്ടോ. ഇപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം, ഒരുമിച്ചൊക്കെ തന്നു എന്നേ ഉള്ളൂ കേട്ടോ. അല്ല, അപ്പം ടി ഹാഫ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു R0 ആണ്. അതിനർത്ഥം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ്റെ മാറുന്നതിനനുസരിച്ച് ഹാഫ് ലൈഫും മാറും. ഇപ്പം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 10, അടുത്തൊരാളുടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 20. അപ്പോൾ 10 ഹാഫ് ലൈഫ് എന്താണ്, പകുതി ആകാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. ഒരു കോൺസെൻട്രേഷൻ പകുതി ആകാൻ എടുക്കുന്ന സമയം, നിങ്ങളിപ്പം 100 റിയാക്റ്റൻസിന് എടുത്തു, അത് പകുതി 50 ആകാൻ എടുക്കുന്ന സമയം. 20 റിയാക്റ്റൻസിന് എടുത്തു, അത് 10 ആയിട്ട് മാറാൻ എടുക്കുന്ന ടൈം. 500 റിയാക്റ്റൻസിന് എടുക്കുന്നു, അത് 250 ആയിട്ട് മാറാൻ എടുക്കുന്ന ടൈം. ആ 250 പിന്നെ 125 ആയിട്ട് മാറാൻ എടുക്കുന്ന ടൈം. പകുതിയാകാൻ നമ്മൾ എടുക്കുന്ന ആളുടെ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന ടൈമിനെയാണ് നിങ്ങൾ ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. പകുതിയാണ് ആയി പൊക്കോണ്ടിരിക്കുന്നത്, പകുതിയാകാൻ എടുക്കുന്ന സമയം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ്. ഓക്കെ, അപ്പം ഇനിഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, അതായത് ഞാനും നിങ്ങളും റിയാക്ഷൻ നടത്തുമെന്ന് വിചാരിക്കുക. ഞാനൊരു 100 എണ്ണം എടുക്കുന്നു, നിങ്ങളൊരു 500 1000 എണ്ണം എടുക്കുന്നു. എൻ്റെ 100 50 ആകാൻ എടുക്കുന്ന ടൈമും നിങ്ങളുടെ 1000 500 ആകാൻ എടുക്കുന്ന ടൈമും ഡിഫറൻ്റ് ആയിരിക്കും. അതിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ ടൈം ആയിരിക്കും കൂടുതൽ, കാരണം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടി ഹാഫ്. പകുതി ആകാൻ എടുക്കുന്ന സമയം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. നിങ്ങൾ കൂടുതൽ എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ടൈം വേണം, ഞാൻ കുറച്ചെടുത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം മാത്രം മതി. അതാണ് ഹാഫ് ലൈഫിൻ്റെ പ്രശ്നം. ടി ഹാഫ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു R0 ആണ്. ഓക്കെ, ടി ഹാഫ് ഇസ് ഈക്വൽ ടു R0/2K. ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫാണ്. സ്ട്രെയിറ്റ് ലൈൻ ആണ്, കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫാണ്. ഗ്രാഫ് ഞാൻ ഒരുമിച്ച് സംസാരിക്കാം കേട്ടോ. ഗ്രാഫ് ഞാൻ ഇപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, കാരണം എനിക്ക് ഫസ്റ്റ് 0 ഓർഡറിൽ തന്നെ 2-3 ഗ്രാഫ് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഫസ്റ്റ് ഓർഡറിലെയും ഗ്രാഫ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഗ്രാഫൊക്കെ നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. ഇത് 3 മാത്രം ആലോചിച്ചിരുന്നാൽ മതി: റേറ്റിലോ, ഇൻ്റഗ്രൽ റേറ്റിലോ, ഹാഫ് ലൈഫ്. നെക്സ്റ്റ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് റിയാക്റ്റൻ്റ് എന്തായിട്ട് മാറുന്നു, പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. R is equal to K into concentration of R⁻1. ഇതാണ് എന്താ നമ്മളുടെ റേറ്റിലോ. സോ R is equal to K into concentration of എക്ക് വരെ R നിർത്തുന്നുള്ള റിയാക്റ്റൻ്റ്. ഇൻ്റഗ്രേറ്റഡ് റേറ്റിലോ എന്ന് പറയുന്നത് ln A is equal to ln A0 minus KT, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, KT is equal to ln R0 minus ln R, ഇങ്ങനെ എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ A is equal to, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, A is equal to അല്ലെങ്കിൽ R is equal to R0 into e raised to minus KT, ഇങ്ങനെയും എഴുതാം. R is equal to R0 into e raised to minus KT. അത് നമ്മൾ ഈ ഫോമിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാം. അതാ KT is equal to ln A minus ln B, എന്തോ ln A/B, ln R0/R, സോറി ln R0 minus ln R എടുക്കാമല്ലോ അല്ലേ. ഇനി ഇതിനെ എക്സ്പൊണൻഷ്യലോട്ട് നമ്മൾ മാറ്റുകയാണ്. എക്സ്പൊണൻഷ്യലോട്ട് ഇതിനെ അപ്പുറം കൊണ്ടുപോയി ln R ഇപ്പുറം കൊണ്ടുവരും. ln R is equal to ln R0 minus KT. ഇനി ln മാറ്റാനായിട്ട് നമ്മൾ ln ഈ എക്സ്പൊണൻഷ്യൽ എടുക്കുക. എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് R is equal to R0 into e raised to minus KT ആയിട്ട് മാറും. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. R ഇനിഷ്യൽ ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്, R0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ലീനിയർ ഫോം, ഇത് ഇൻ്റഗ്രേറ്റഡ് ഫോമാണ്. ലീനിയർ ഫോമായിട്ട് നമ്മൾ എഴുതുന്നത്, ഇതിനെ ലോഗിലോട്ട് മാറ്റാം നമുക്ക്. KT is equal to 2.303 log R0/R. ഇതങ്ങ് പഠിച്ചു വെച്ചോണേ, ബാക്കി ഒന്നും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട, ഞാൻ ഈ എഴുതിയേക്കുന്ന മാത്രം പഠിച്ചാൽ മതി. KT is equal to 2.303 log R0/R. ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ടി ഹാഫ്, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന ടൈം. ടി ഹാഫ് എന്ന് പറയുന്നത് ln2/K അല്ലെങ്കിൽ 0.693/K അല്ലെങ്കിൽ
2.303 log 2/k. ഇതെല്ലാം ടി ഹാഫിൻ്റെ ഇക്വേഷനാണ്. ഇതെല്ലാം സെയിം ആണ്. LN2ൻ്റെ വാല്യൂ ആണ് 0.693. 2.303 log 2ൻ്റെ വാല്യൂ 0.693. കാരണം LN മാറ്റിയിട്ടാണ് നമ്മൾ 2.303 log കൊടുക്കുന്നത്. എന്ത് കൊടുത്താലും നമുക്ക് 0.693 തന്നെ വരും. അതായത് ടി ഹാഫ് ഇസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ എന്തുവാ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. അതായത് നിങ്ങൾ 100 റിയാക്ടൻസിന് എടുത്തു, ഞാൻ 1000 റിയാക്ടൻസിന് എടുത്തു. നിങ്ങളുടെ 100 50 ആകാനും എൻ്റെ 1000 500 ആകാനും ഒരേ ടൈമാണ്. അതായത് ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം റേറ്റ് ലോ വരുന്നത് R=K/R ആണ്. ഇൻറ്റഗ്രൽ റേറ്റ് ലോ വരുന്നത് R=R0 × e⁻ KTO. ln A=ln A0 - KTO അല്ലെങ്കിൽ KT=ln R0 - R. അതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ഫോം വരുന്നത് KT=2.303 log R0/R. ഹാഫ് ലൈഫ് വരുന്നത് ln2/KO, 2.303 log 2/KO അല്ലെങ്കിൽ 0.693/KO. ദാറ്റ് ഈസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനകത്ത് ഞാൻ ഒരെണ്ണം എടുക്കുന്നു, ഒരെണ്ണം 0.5 ആവാനും നിങ്ങൾ 1 ലക്ഷം എടുക്കുന്നു, 1 ലക്ഷം 50,000 ആകാനും ഒരേ ടൈമാണ്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ പിന്നെ പറയാം, ഇതും പിന്നെ പറയാം. ഹാഫ് ലൈഫ് കോൺസ്റ്റൻ്റ് ആണെന്ന് അറിയാമല്ലോ. അത് ക്യാരക്ടറിസ്റ്റിക്സ് ഹാഫ് ലൈഫ് കോൺസ്റ്റൻ്റ് ആണ്. ഹാഫ് ലൈഫിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഹാഫ് ലൈഫിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്.